അപ്പോൾ എന്നെ ടോർച്ചർ ചെയ്യാന്നുള്ളതാണ്. അതായത് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ .NET പ്ലാറ്റ്ഫോമിന്റെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് I will be tortured by the people who are in this meeting. ടോർച്ചർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ ഇങ്ങനൊരു ഒരു സെഷന്റെ ആവശ്യത്തിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുതരാം. സോ I cleared an interview the other day. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂവിൽ C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ 20 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 14 മാർക്സ് കിട്ടിയാലേ I will be able to clear the first round. പിന്നെ സെക്കൻഡ് റൗണ്ട് ഒരു ഹാൻഡ്സ് ഓൺ റൗണ്ട് ആണ്. അപ്പോൾ അതില് ടെസ്റ്റ് സ്യൂട്ടും വേണം. അപ്പോൾ അവര് ഇന്റർനെറ്റ് തരാന്നാണ് പറയുന്നത്. അവര് മറ്റേ കോപ്പൈലറ്റ് അതിലുണ്ടാവുമോ എന്നുള്ളത് ഞാൻ ചോദിച്ചില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റിജക്ഷൻ വരാം. അപ്പൊ അതുകൊണ്ട് ഞാൻ കോപ്പൈലറ്റ് ഉണ്ടാവുമോ എന്ന് ഞാൻ ചോദിച്ചില്ല. പിന്നെ മൂന്നാമത്തെ റൗണ്ട് ഒരു പാനൽ ഇന്റർവ്യൂ ആണ്. ഓക്കെ, സോ ഫ്രം ദി ഔട്ട്സൈഡ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ 3 സ്റ്റെപ്പ് കേട്ടപ്പോൾ സിമിലർ ഒരു ഇന്റർവ്യൂ ഞാൻ ഈ ഇടയ്ക്ക് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ദ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C# has been in existence or .NET has been in existence for the last 23 years. ഓക്കെ, അപ്പൊ നിങ്ങൾ കൗണ്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഇപ്പൊ 22 ഇയേഴ്സ് എങ്കിലും മറ്റേ C# ഇൻ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇനിയിപ്പോ അതിൽ തന്നെ 2016 .NET Core എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് തുടങ്ങി. .NET 5 അത് വീണ്ടും മെർജ് ചെയ്ത് എന്താ പറയാ ഒരു ഡെവലപ്മെന്റ് പാത്ത് ഉണ്ട്. ഓക്കെ, സോ എന്റെ മെജോറിറ്റി സ്കിൽ ഇരിക്കുന്നത് .NET ക്ലാസിക് എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. ഇപ്പൊ ഈ .NET സ്റ്റാൻഡേർഡ് ഇതിനൊക്കെ വിളിക്കുമ്പോൾ പറഞ്ഞു .NET ക്ലാസിക് എന്ന് ഉദ്ദേശിക്കുന്നത് .NET 1 മുതൽ 4.8.1 വരെ പോയ ആ പാത്തിനെയാണ് .NET ക്ലാസിക് എന്ന് വിളിക്കുന്നത്. സോ ഐ ഹവ് റിട്ടൺ ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻസ്, വെബ് ആപ്ലിക്കേഷൻ, DSLs അങ്ങനെയൊക്കെ C# ഞാൻ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹവ് ഈവൻ റിട്ടൺ എ ബുക്ക് ഓൺ ഇറ്റ്. ഓക്കെ, ബട്ട് ഈവൻ ദോ ആ ബുക്ക് എഴുതി തുടങ്ങുമ്പോൾ .NET Core ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ഓഫറിംഗ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിലും അവർ ബുക്ക് ഡസൻ കവർ മച്ച് .NET Core. ഓക്കെ, പക്ഷേ .NET Core മനസ്സിലെത്തിക്കൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും എഴുതിയെങ്കിലും .NET Core മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാണ് ചെയ്തത്. പിന്നെ സിൻസ് ഐ വാസ് ഡൂയിങ് കൺസൾട്ടിങ് ആൻഡ് എൻ്റെ മോസ്റ്റ് എൻഗേജ്മെന്റ്സ് ജാവയിലും C++ലും വന്നുകൊണ്ട് .NET സ്കിൽസ് റസ്റ്റിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സിൻസ് ഐ കീപ് ട്രാക്ക് ഓഫ് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ ദ .NET ആൻഡ് ദ ജാവ കമ്മ്യൂണിറ്റി, ജാവ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ .NETലും .NET കമ്മ്യൂണിറ്റിയിൽ കണ്ടു കഴിഞ്ഞാൽ ജാവയിലേക്കും പണ്ട് ഇതിനെ മാപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഐ വിൽ ബി ഏബിൾ ടു റീസണബിളി ഗസ് ആൻസേഴ്സ് ടു മോസ്റ്റ് ഓഫ് ദി .NET ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. അപ്പോ ഫസ്റ്റ് തന്നെ ഇപ്പോ റീസെന്റ് ഓക്കെ വെൻ ഐ വാസ് യങ് എനിക്ക് നോട്ട് പാഡില് C# ഒരു 3000 ലൈൻ ഓഫ് കോഡ് വിത്തൗട്ട് മച്ച് എറർ, ഇത് കമ്പയർഡ് ടു ജാവ ഓക്കെ എഴുതാൻ പറ്റുമായിരുന്നു. സ്ഥാനത്ത് ഇപ്പൊ എനിക്ക് ജാവയിലാണ് ആ സ്കിൽ ഉള്ളത്. .NETൽ ചിലപ്പോ എനിക്ക് എന്താ പറയാ ടു റെഫർ എ ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, അപ്പൊ കമാൻഡ് ലൈൻ പ്രോഗ്രാംസ് ഒക്കെ എഴുതുമ്പോൾ ഇപ്പൊ മൈ സ്കിൽസ് ആർ നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഈസ് വാട്ട് ഐ ഹാവ് സീൻ. ആൻഡ് സിൻസ് ദിസ് ഈസ് എ ഡെവലപ്പർ റോൾ ഐ ഹാവ് സീൻ, ഐ വാസ് വർക്കിംഗ് ആസ് എൻ ആർക്കിടെക്ട് ഫോർ എ ലോങ് ടൈം. അപ്പോ ഒരു ഡെവലപ്പർ റോൾ ആയതുകൊണ്ട് ദ കൈൻഡ് ഓഫ് തിങ്സ് വിച്ച് ഐ ഷുഡ് നോ ഇസ് മോർ ആൻഡ് റീസൺ അവേർനെസ് വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ if I take one by one, so Microsoft introduced its own ORM only in 2008-9. അത് പോപ്പുലർ ആയപ്പോഴേക്കും 2011 ആയി. അപ്പോൾ അതിനു മുമ്പ് ഐ വർക്ക്ഡ് വിത്ത് കപ്പിൾ ഓഫ് പ്രൊജക്ട്സ് ഇൻ Hibernate. പിന്നെ മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാബേസ് ഫസ്റ്റ് അപ്രോച്ച്, EDMXന്റെ അപ്രോച്ച്, പിന്നെ കോഡ് ഫസ്റ്റ്, പിന്നെ ഡാറ്റാബേസ് ഫസ്റ്റ്, അങ്ങനെ പല EF കോർ ഇവോൾവ് ചെയ്ത് ഇപ്പോ ഒരു വേറെ മെച്യൂരിറ്റി ഉണ്ട്. ആൻഡ് ദർ വാസ് അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം ലിങ്ക് ഫോർ SQL സെർവർ. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ 1-2 പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി EFല് ടോയ് കോഡ് എഴുതിയ പരിചയം എനിക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ EFന്റെ ഏരിയാസ് ഒക്കെ ഓക്കെ നൗ ഐ എം കീപ്പിംഗ് ട്രാക്ക് ഓഫ് ഇറ്റ്, അല്ല ഐ എം ഇംപ്രൂവിങ് ഇൻ ദാറ്റ് ഫ്രണ്ട്. ഇനി മറ്റേ even .NET Web API, okay, I do have
couple of projects with me. പക്ഷെ അത് തന്നെ അത്ര അഡ്വാൻസ് പ്രൊജക്ട്സ് ഒന്നുമല്ല, കാരണം most of my skills are in ASP.NET, വെബ് ഫോംസിലാണ്. ഓക്കെ, അപ്പോ നോക്കുമ്പോൾ എന്താ കാര്യം, there are lot of areas which I can get screwed. Okay, so that is the situation which I am in. അപ്പോ rather than trying to take a look at each of the topics, എന്തുകൊണ്ട് ഒരു ഓപ്പൺ ഇന്റർവ്യൂ, അതായത് വിച്ച് ഈസ് ലൈവ് ഓർ മേ ബി റെക്കോർഡഡ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ ഈ അനുഭവിക്കുന്ന പ്രെഡിക്കമെന്റ്, അതായത് ലുക്കിംഗ് ഫോർ എ ഡെവലപ്പർ റോൾ. സോ ഇൻ UK I don't think that so far I haven't got any opportunity to even attend for an interview. Every job developer role ആണ്. അപ്പൊ ഞാനൊരു ജനറിക് റെസ്യൂം വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യണത്. സോ മേ ബി ഇഫ് ഐ വാണ്ട് ടു സ്റ്റേ ഇൻ UK, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു ടെക്നോളജി സ്പെസിഫിക് ഇത് ചെയ്യണം. സോ ഐ ഡൺ എ ജാവ ഇന്റർവ്യൂ ലാസ്റ്റ് വീക്ക്. ഓക്കെ, ഐ ഡിഡ് റിയലി വെൽ ദർ. ഓക്കെ, ഈ ഗ്രൂപ്പിൽ SQL-നെ കുറിച്ചും അജൈലിനെ കുറിച്ചും ഒക്കെ ഡിസ്കഷൻ നടത്തി വളരെ ഹെൽപ്പ് ചെയ്തു. അത് ഈവൻ കഴിഞ്ഞ ഇന്റർവ്യൂവിന് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോ ഈ സെഷന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് .NET-ന്റെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ടിലോട്ട് മറ്റേ എന്താ പറയാ, ഹൗ ടു മാപ്പ് മൈസെൽഫ് ഇൻ ടു ദാറ്റ്, ഓർ എൽസ് ഓക്കെ എന്റെ പെർസോണ ഹൗ ഇറ്റ് ക്യാൻ ബി സോക്ഡ് ഇൻ ടു ദിസ് തിങ്. അപ്പൊ ഇതൊരു ഈവൻ ദോ ദിസ് ഈസ് എ പർട്ടിക്കുലർ സ്റ്റോറി ഓഫ് മൈൻഡ്, ഇപ്പൊ നിങ്ങളാണെങ്കിലും ഈ സിറ്റുവേഷനിൽ ഫ്യൂച്ചറിൽ വരാം, ഇനി ചിലപ്പോ ഇപ്പൊ തന്നെ വരാം. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ എവരി പ്ലാറ്റ്ഫോമിന് അതുമാതിരി ലൈബ്രറീസും ടൂൾ കിറ്റ്സും ലാംഗ്വേജ് ഓഫറിങ്സും ഒക്കെ വരുമ്പോ ഈ ഒരു എഞ്ചിനീയർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. നോ എഞ്ചിനീയർ ഈസ് സ്മാർട്ട് ഇനഫ് ടു സോൾവ് എനി എഞ്ചിനീയറിംഗ് പ്രോബ്ലം എന്ന് പറയുന്ന മാതിരി തന്നെ നോ എഞ്ചിനീയർ ഈസ് സ്മാർട്ട് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് എവറി ആസ്പെക്ട് ഓഫ് ദി പ്ലാറ്റ്ഫോം, ഈവൻ ദ കീ വൺസ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു iOS ഡെവലപ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പോ ഈ അവരുടെ ML ഓഫറിംഗ് അറിയാത്ത കുറെ iOS ഡെവലപ്പേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ചിലപ്പോ സ്വിഫ്റ്റ് UI വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, ക്ലാസിക്കൽ UI വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ് നോക്കിയിട്ട് ചിലപ്പോൾ അങ്ങോട്ട് പോവില്ല. ഇനിയിപ്പോ സം പീപ്പിൾ വിൽ ബി സ്റ്റിൽ സ്റ്റക്ക് ഇൻ ഒബ്ജക്റ്റീവ്-C തിങ്, ഓർ ഇപ്പൊ സ്വിഫ്റ്റ് ആണെങ്കിൽ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ജാവയിലാണെങ്കിലും അപ്പൊ ഒരു പരിധി വരെ ഒരു കാലത്തില് സ്പ്രിങ് മാത്രമാണ് ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ അറിയായിരുന്നു. പക്ഷെ അന്ന് IBM-ന്റെയും മറ്റേ ഒറാക്കിളിന്റെയും സ്റ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പോ സീൻ പീപ്പിൾ സ്ട്രഗ്ലിംഗ് ടു അറ്റൻഡ് ഇന്റർവ്യൂസ് ഫോർ ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോ ഇന്നത്തെ ഇന്റർവ്യൂവില് മെയിൻലി ഓക്കെ, അപ്പോ വാട്ട് ഐ എം സപ്പോസ് ടു അറ്റൻഡ് ഈസ് ഓക്കെ, there are 3 phases. ഓക്കെ, ഫസ്റ്റ് ഫേസ് മറ്റേ 20 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ എനിക്ക് ഐ എം അസ്യൂമിങ് ദാറ്റ് ഒരു 600 ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും. അതിൽ നിന്ന് റാൻഡമൈസ് ചെയ്ത് വരുന്ന 20, അതിൽ 70% ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർഹാപ്സ് ഈവൻ ഇഫ് ഹി ഡസന്റ് ഡെലിബറേറ്റ്ലി സ്റ്റഡി ആൻഡ്രിയാസ് ഹെയിൽബർഗിന് പോലും ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം റൈറ്റിംഗ് എ ലാംഗ്വേജ് കമ്പൈലർ, വറിയിങ് അബൌട്ട് ദ ലാംഗ്വേജ് സെമാൻറ്റിക്സ്. പിന്നെ ഇനി ഈ ക്വസ്റ്റ്യൻസ് തന്നെ you can learn at an ontological level where okay ഒരു മെറ്റ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തിയറി പോയിന്റ് ഓഫ് വ്യൂല് പഠിച്ചിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജിലോട്ട് പ്രൊജക്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ ലാംഗ്വേജിന്റെ ഡിസൈനേഴ്സ് ഓക്കെ, അപ്പൊ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഡാറ്റ ടൈപ്പ് മാപ്പിങ്ങിനെ മൈക്രോസോഫ്റ്റ് വിളിക്കുന്ന പേര് പ്രൊജക്ഷൻ എന്നാണ്. ഓക്കെ, മറ്റേ ആ ടേം ഈസ് നോട്ട് മച്ച് വോഗ്. അപ്പൊ അതാണ് അതിന്റെ ടാക്സോണമി. പിന്നെ ഉള്ളത് ഫോക്ക് എപ്പിസ്റ്റമോളജി എന്ന് പറയും, അതായത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന് ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ എനിക്കറിയാവുന്ന ഒരു വ്യക്തി പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ചാല് എവരി ഇന്റർവ്യൂ വീഡിയോ കാണുന്നവരും കാണാത്തവരും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോ ഇന്ന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ C# ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ശിവപ്രസാദ് കൊയ്രാളയോ അല്ലെങ്കിൽ മോഷ മദാനിയോ ആരെങ്കിലും അവരുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ നോക്കിയിട്ടാണ് മറ്റേ ആൾക്കാര് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് പലരും അവകാശപ്പെടുന്നത്. കാരണം അത് ഇന്റർവ്യൂ ചെയ്യുന്നവന് അതാണ് കാണുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഐ ഫൈൻഡ് ഓക്കെ ദിസ് കൈൻഡ് ഓഫ് എൻ ഇന്റർവ്യൂ ടു ബി വേസ്റ്റ് ഓഫ് ടൈം. പക്ഷേ പലരും ഒബ്ജക്റ്റീവ് മെഷർമെന്റ് കിട്ടും, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, നിങ്ങളുടെ ലൈവ് കോഡിംഗ് സെഷൻ മോണിറ്റർ ചെയ്യുന്നു. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഓക്കെ. ഇപ്പൊ ഞാൻ പണ്ട് ഒരാളായിട്ട് ഉടക്കിയിട്ടുണ്ട്. മറ്റേ അയാള് ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സിന്റെ മെഷീനിൽ
സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. അവരുടെ ടച്ച് ടൈപ്പിംഗ് അവർക്കറിയാം, അല്ലെങ്കിൽ കീ സ്ട്രോക്കിന്റെ സ്പീഡ് കാണാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇതുവരെയായിട്ട് ഒരു പ്രാക്ടിക്കൽ സെൻസിൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അപ്പൊ ഇങ്ങനത്തെ കുറെ മെഷർമെന്റ് ഒബ്സഷൻ ഉള്ളത് കൊണ്ട് അറ്റൻഡിങ് ആൻ ഇന്റർവ്യൂസ് ഹാർഡ് ഓർ മേ ബി എന്താ പറയാ, ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. കാരണം അത് നിങ്ങളുടെ ലൈഫിനെ എൻറിച്ച് ചെയ്യുന്നില്ല. ബട്ട് ദിസ് ഇസ് എൻ ഇമ്പരറ്റീവ് വിച്ച് ഓർ ദിസ് ഇസ് എ ഡെവിൾ വിച്ച് എവരി വൺ ഹാസ് ടു ഡു ഇറ്റ്. അപ്പോ ഇതൊരു എക്സ്പെരിമെന്റും കൂടിയാണ്. ഇങ്ങനെ കിട്ടുന്ന നോളജ്, അതായത് അടുത്ത ഇപ്പൊ നാളെ ചിലപ്പോൾ സിമിലർ സെഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അത് SQL സെർവറിനെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ .NET അഡ്വാൻസ് ടോപ്പിക്സ് ആയിരിക്കും. ഇഫ് വി ആർ ഏബിൾ ടു പെർഫോം വെൽ in an interview, then this video as well as interacting with friends on a particular topic will be a very useful thing എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ടോപ്പിക് C# .NET പ്ലാറ്റ്ഫോം ആൻഡ് SQL സെർവർ. അതായത് ഒരു .NET ബാക്ക്എൻഡ് ഇതിൽ എന്ത് ക്വസ്റ്റ്യൻസും എന്നോട് ചോദിക്കാം. ഇഫ് ഐ ഹാവ് ഗോട്ട് ദി ആൻസർ, I will give it. I will perhaps make some educated guesses, and if my guesses doesn't make sense, anyone who asks the questions can actually correct me, and that is how we are actually going to move. Now the floor is open. Everyone can actually, എല്ലാവർക്കും ഒന്ന് പറയാം. എന്താ ഈ എന്റെ ആമുഖത്തിനെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞിട്ട് നമുക്ക് കലാപരിപാടിയിലോട്ട് കയറാം. മോക്ക് ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ ആദ്യമേ മോക്ക് ഇന്റർവ്യൂ അല്ല, മോക്ക് ഡിസ്കഷൻ. അതായത് ഇന്റർവ്യൂ മാതിരി. അതായത് ഇപ്പൊ അല്ലെങ്കിൽ ബോറടിക്കരുത്. അതായത് എനിക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ കൈവക്കും. മനസ്സിലായില്ലേ? കാരണം ഇത് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, എങ്ങനെയൊക്കെ സ്ക്രൂ ചെയ്യപ്പെടാമെന്ന് എനിക്ക് അറിയാന്നുള്ളതാണ്. അപ്പോ പറ്റാത്ത പരിപാടിക്ക് നിൽക്കാതിരിക്കാല്ലോ. പക്ഷെ സി ഐ അസ്യൂം ഇഫ് ഐ ഗോ ത്രൂ ഇപ്പൊ ആ ഫസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, അതായത് ആൻസറിങ് 20 questions 70%, അത് ഈ ഇങ്ങനത്തെ ഒരു മീറ്റിംഗിൽ ക്ലിയർ ആവാൻ പറ്റുമോ എന്നുള്ളതാണ്. ആൻഡ് ഇന്ററാക്റ്റീവ് ഡിസ്കഷൻസ് ആൾസോ I can easily manage. Coding, okay, I have decided that okay, I will write a lot of toy code in the coming 2 days, so that okay, my hands and or ഇപ്പൊ ഞാൻ പണ്ട് പീറ്റർ പാരഡോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റേ ഹാൻഡ്സ് വോൺ മൂവ് ദ വേ ദ മൗത്ത് മൂവ്സ്. ഓക്കെ, അപ്പോ അത് പറഞ്ഞപ്പോ പീറ്റർ ആന്ന് പറഞ്ഞു. അപ്പൊ ആ സിറ്റുവേഷനിലോട്ട് എത്തരുതല്ലോ. അവിടെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു അല്ല, അതായത് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ലാലിന്റെ ബ്രെയിൻ ഡംപ് ചെയ്യുക എന്നുള്ളതല്ലേ? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ആക്റ്റീവ് C# കോഡറായ ലാലിന്റെ ഫ്രെയിമില് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കൺസെപ്ച്വൽ സ്ട്രക്ചേഴ്സ് ലേ ഔട്ട് ചെയ്യാം. അത് എന്നോട് സ്പിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്നത് പറയും. അപ്പൊ എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും, ലാലിന് കുറെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഓക്കെ അവർ നോളജ് ഓഫ് ദി .NET പ്ലാറ്റ്ഫോം മാത്രമല്ല, ഇപ്പൊ ജാവയും എല്ലാം ഇംപ്രൂവ് ചെയ്യും. Okay. Then it becomes a very good exercise in actually collective learning. മനസ്സിലായില്ലേ? അപ്പൊ ഇത് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാരുടെ ആത്മപീഡനം കുറയ്ക്കാമല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശം. ശ്രീധരൻ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? പറഞ്ഞോ. ഇല്ല, നമുക്ക് പരിപാടി തുടങ്ങാം. ഞാൻ തുടങ്ങട്ടെ. പ്രസിദ്ധി, ഒരു പ്രൊജക്ട് ഒക്കെ ഉണ്ടാക്കുമ്പോ എങ്ങനെയാണ് ഒരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് C# മെയിൻ ഫംഗ്ഷൻ ഉണ്ടോ എൻട്രി പോയിന്റ് ആയിട്ട്? അങ്ങനെയല്ല. അല്ല, ഇപ്പൊ തൽക്കാലം ഒരു വെബ് പ്രൊജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ കൺസോൾ ആപ്ലിക്കേഷൻ എന്തായാലും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഒരു വെബ് പ്രൊജക്ട് വെക്കുമ്പോ രണ്ട് രീതിയിൽ അത് വർക്ക് ചെയ്യാം. ഒന്ന് .NET കോർ വെച്ചിട്ട് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡും .NET കോറും വെച്ചിട്ട് .NET എന്ന് പറഞ്ഞൊരു ഒരു പ്രൊജക്ട് ഡ്രൈവർ ഉണ്ട്. നമുക്ക് .NET വെച്ചിട്ട് ഏത് പ്രൊജക്ട് ജോണറാന്ന് പറയാം, കൺസോൾ ആണോ, വെബ് ആണോ, GUI ആണോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രൊജക്ട് തുടങ്ങാം. പിന്നെ .NET ആഡ് വെച്ചിട്ട് നമുക്ക് ന്യൂഗറ്റ് ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക്
ഒരു program.cs അങ്ങനെ ഒരു പുതിയ ഒരു പ്രോഗ്രാം തരും. അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറെ കോഡ് എഴുതാം. അതാണ് ഒരു വഴി. അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ എടുത്തിട്ട് വിഷ്വൽ സ്റ്റുഡിയോയിൽ ഏത് പ്രൊജക്റ്റിന്റെ ജോണറാണെന്ന് വെച്ചിട്ട് മറ്റേ അതിൻ്റെ ഉള്ളിൽ പ്രൊജക്റ്റ് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോ ഈ ഒരു കാര്യം അവിടെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ അപ്രോച്ച് അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ സൊല്യൂഷൻ അപ്രോച്ച് ആണ് കുറച്ചും കൂടി നമുക്ക് കുറെ ടൂൾസ് അവൈലബിൾ ആണ് കമ്പയർഡ് ടു .NET ദിസ് തിങ്. പിന്നെ മൂന്നാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞാൽ C# കമാൻഡ് ലൈൻ കമ്പൈലർ വെച്ചിട്ട് പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എഡിറ്റ് ചെയ്യുക, C# കമാൻഡ് ലൈൻ കമ്പൈലർ വെച്ചിട്ട് കമ്പൈൽ ചെയ്യാം. ഈ 3 രീതിയിലാണ് പറ്റുന്നത്. അപ്പൊ മെയിൻ ഫയൽ ഉണ്ടാവണം എന്നില്ല അല്ലെ? ഇപ്പൊ ഏത് ഫയലിനെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് എടുക്കാം, അതാണ് എന്റെ ഒരു മെയിൻ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ .NET ആപ്ലിക്കേഷൻ ഉണ്ടെന്നല്ലോ. ഇപ്പൊ മോഡേൺ ഇപ്പൊ എന്താ പറയാ ഒരു പുതിയ മിനിമൽ API എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ട് വെബില്. ഇനിയിപ്പോ C# തന്നെ ലേറ്റസ്റ്റ് വെർഷനിൽ മെയിൻ ഓപ്ഷൻ അല്ല. ഇനി നിങ്ങക്ക് കൺട്രോളർ ഇപ്പൊ മിക്ക ജാവയിലും .NETലും കൺട്രോളർ സർവീസ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട്. ആ മോഡല് പോലും വേണ്ട. ഇപ്പൊ നമുക്കിപ്പോ Node.js-ലൊക്കെ കാണുന്ന മാതിരി നിങ്ങളൊരു സെർവർ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് നിങ്ങൾക്ക് മാപ്പ് ചെയ്യാം URL. അങ്ങനത്തെ ഡെവലപ്മെന്റും ഉണ്ട്. അപ്പൊ ഈ ASP.NET വെബ് API കൺട്രോളർ ഡെവലപ്മെന്റും ഉണ്ട്, ഈ പറയുന്ന മാപ്പിംഗ് പ്രൊജക്ട് ടൈപ്പും ഉണ്ട്. പിന്നെ കൺസോള് പണ്ടേ ഉണ്ടല്ലോ. അല്ല, പക്ഷെ ഈ കൺട്രോളറിനായാലും ഈ കൺട്രോളർ കോൾ ചെയ്യുമ്പോൾ എവിടെയാണ് എൻട്രി പോയിന്റ് എന്നുള്ളത് അത് വേണ്ടി വരില്ലെന്നാണോ പറയുന്നത്? അത് അതിനൊരു അങ്ങനെയല്ല. ഇപ്പൊ മെയിനിൽ നിന്ന് കുറെ പ്ലംബിങ് അവിടെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഈ നിങ്ങൾ കൺട്രോളറിൽ അനോട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് API/ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കൺട്രോളർ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഓരോ HTTP ഗെറ്റ് പുട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ മെത്തേഡ് അനോട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് റൗട്ട് ചെയ്തോളൂ. അപ്പൊ ആ റൗട്ട് ചെയ്യണ സാധനം പണ്ട് ഇപ്പൊ വെബിലാണെങ്കിൽ startup.cs-ലായിരുന്നു. ഇപ്പൊ അത് നമുക്ക് program.cs-ലാക്കാന്നാണ് ലാല് പറഞ്ഞത്. ഞാനിപ്പോ ജനറേറ്റ് ചെയ്യുമ്പോൾ program.cs-ലാണ് വിഷ്വൽ സ്റ്റുഡിയോയിൽ കാണുന്നത്. പക്ഷെ ChatGPT ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് startup.cs നമുക്ക് ഒരെണ്ണം കിട്ടാറുണ്ട്. startup.cs .NET ഏത് വർഷം വരെ ആയിരുന്നില്ല അല്ലേ? അത് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ്, അതായത് .NET 5, 6 ആ റേഞ്ചിലാണ് മാറിയതെന്ന് തോന്നുന്നു. ഓക്കെ, അതാണ് ശ്രീധേ അതിന്റെ അതായത് മിക്ക സ്ഥലത്തും വിഷ്വൽ സ്റ്റുഡിയോയിലെ സാധനം ഉണ്ടാവും എന്നുള്ളതാണ്. ഇനിയിപ്പോ ഈ മറ്റേ മൈക്രോസോഫ്റ്റിന്റെ വർക്ക് ഫ്ലോ അല്ല ഉപയോഗിക്കുന്നത്, ഇവർ ഉപയോഗിക്കുന്നത് അറ്റ്ലാസിയന്റെ ടൂൾസ് ആണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ വിഷ്വൽ സ്റ്റുഡിയോ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചിലപ്പോൾ ഓരോ കമ്പനിക്ക് അവരുടേതായ വർക്ക് ഫ്ലോ ഉണ്ടാവും. അതാണ് എന്റെ അറിവ്. ബലാലെ ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവാം എന്നുള്ളതാണല്ലേ? അല്ല, ഒരു ഇംപ്ലിസിറ്റ് ഓരോ ടാർഗറ്റ് പോലെ. അത് തന്നെ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്തല്ലോ. നമുക്ക് ഒരു പ്രോഗ്രാമിൽ തന്നെ വെബും കമാൻഡ് ലൈനും മറ്റേ GUI-യും ചെയ്യാന്നുള്ളത്. അത് കണ്ടീഷണൽ കമ്പൈലേഷൻ വെച്ചിട്ടും നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ കമാൻഡ് ലൈനിൽ നിന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം. അപ്പൊ പക്ഷെ അത് ഇപ്പോ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വെച്ച് ചെയ്യുമ്പോൾ മറ്റേ .NET യൂട്ടിലിറ്റി വെച്ച് ചെയ്യുമ്പോൾ അത് സാധിക്കില്ല. കാരണം .NET പല SDKs ആയിട്ടാണ് അതിനെ മുറിച്ചേക്കണേ. അപ്പൊ ഡിപ്പെൻഡൻസിയുടെ എണ്ണം കൂടും, മനസ്സിലായല്ലേ? അപ്പൊ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് C# കമാൻഡ് ലൈൻ കമ്പൈലർ വെച്ചിട്ടും നിങ്ങൾക്ക് ഈ റെസ്പോൺസ് ഫയൽ എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ CSC വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാം. ലിങ്കുകളുടെ ലൈബ്രറീസ് ഒക്കെ റെസ്പോൺസ് ഫയലിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഇതിന്റെ കൂടെ ലിങ്ക് ആവും. അപ്പൊ പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ലൈബ്രറി ലോക്കലി ഉണ്ടെന്നുള്ള ഒരു അസംപ്ഷൻ ആണ്. ഈ ന്യൂഗറ്റ് വന്നപ്പോ അവരിപ്പോ മാവന്മാരുള്ള അപ്പൊ റിമോട്ടായിട്ട് ആ സമയത്ത് പുള്ളി ചെയ്യാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ ലോക്കലി അസംബ്ലി എടുത്ത് വെക്കേണ്ടി വരും. C#ന്റെ റൂട്ട് പോവാണ്, CSC കമ്പൈലറിന്റെ റൂട്ട് പോവാണ്. ഈ .NET കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെയിം സ്പേസ് ആണോ?
അങ്ങനെയല്ല, .NET Core 2016 ഓപ്പൺ സോഴ്സ് വെർഷൻ ഓഫ് .NET ആയിട്ട് വന്നതാണ്. അപ്പൊ ക്ലാസിക്കൽ .NET 4.6 അങ്ങണ്ടായിരുന്നു, 7 എന്നിട്ട് അതിങ്ങനെ 4.8.1 വരെ പോയി. ഇവര് 1, 2, 3, 3.1 കഴിഞ്ഞിട്ട് പിന്നെ 5 ജമ്പ് ചെയ്തപ്പോ രണ്ടും കൂടി മെർജ് ചെയ്ത്. അപ്പൊ .NET 5 എന്നുള്ളത് ഇപ്പൊ .NET Core എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇപ്പൊ ശരിക്കും പറയാം 5 ശേഷം. 6, 7, 8 ഇപ്പൊ 9 ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് 9. അതാണ് കാര്യം. അടുത്ത ചോദ്യമല്ല. മങ്കി പാച്ചിങ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. സോറി, ഏതാ എന്താ മങ്കി പാച്ചിങ് കേട്ടോ? മങ്കി പാച്ചിങ്. മങ്കി പാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ഉണ്ടോ? അല്ല, മങ്കി പാച്ചിങ് നമുക്ക് അതിന്റെ ഡെഫിനേഷൻ വരാം. അതായത് നിങ്ങൾക്ക് ഡൈനാമിക്കലി കോഡ് വയർ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പൊ റീറൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെത്തേഡ് ഇന്റർജക്ട് ചെയ്യുക, അതിനൊക്കെയല്ലേ മങ്കി പാച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. റൂബിയിൽ അങ്ങനെയാണ്. നമ്മുടെ കേസില് ഒരു എക്സാക്ട്ലി റൂബി പോലെ അല്ല, പക്ഷെ എക്സ്റ്റൻഷൻ എന്നൊക്കെ പറയും ഞങ്ങള്. അല്ല, എക്സ്റ്റൻഷൻ അല്ല ഞാൻ പറയട്ടെ, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സിൽ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു, അതാണോ ഉദ്ദേശിച്ചത്? അതല്ല, സ്വിഫ്റ്റിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ഒബ്ജക്റ്റീവ്സിൽ അത് നമുക്കൊരു ക്ലാസ്സിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൽ ഈ പറഞ്ഞ കേപ്പബിലിറ്റീസ് ആഡ് ചെയ്യാം. ക്ലാസ് ആവണമെന്നില്ല, സ്ട്രക്റ്റോ അതോ ഇനി പ്രോട്ടോകോൾ ആയാലും നമുക്ക് അതിനെ ഒരു ഫംഗ്ഷൻ അതിലോട്ട് ആഡ് ചെയ്യാം. അതാണ് സംഭവം എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു ഇംപ്ലിമെന്റേഷൻ കൊടുക്കണം. അത് അല്ല, ജാവയില് പ്രോക്സി പാറ്റേൺ അതല്ല ചെയ്യണേ, അതിന് വേറെ ഉണ്ടോ? നമുക്ക് എക്സ്ട്രാ മെത്തേഡ് ആഡ് ചെയ്യാൻ പറ്റുമോ? എക്സ്ട്രാ മെത്തേഡ് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ജാവയിൽ പറ്റില്ല ഡയറക്ട്ലി. പക്ഷെ ലൈബ്രറി ഉപയോഗിക്കണം അല്ലെ? JVM മെക്കാനിസം ഉണ്ട്. ഓക്കെ. അതായത് നമ്മള് ഒരു പുതിയ ക്ലാസ് ഉണ്ടാക്കണ വരെയാവും, അല്ലെങ്കിൽ പ്രോക്സി പാറ്റേണേ പറ്റുള്ളൂ. അതായത് അതെ. ഓക്കെ. അപ്പൊ മങ്കി പാച്ചിങ് എന്ന് പറഞ്ഞതാണ് എന്റെ ഐഡിയ. അതായത് അപ്പൊ എനിക്കിപ്പോ മനസ്സിലായ സ്വിഫ്റ്റിൽ എന്തോ ചെറിയ ന്യൂആൻസസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? എനിക്ക് തോന്നുന്നു റൂബിയിൽ എനിക്ക് തോന്നുന്നു അതിന്റെ സ്റ്റോർഡ് അതായത് വേരിയബിൾസ് ആഡ് ചെയ്യാൻ പറ്റും. സ്വിഫ്റ്റിൽ അത് പറ്റില്ല. അതിന് കമ്പ്യൂട്ടർ പ്രോപ്പർട്ടി മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ എന്തെങ്കിലും C# ഉണ്ടോ? അല്ല, C# പ്രോപ്പർട്ടീസ് മെത്തേഡ് ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ശരത്ത് ലാലെ, ഒരു ക്ലാസ്സിൽ C# ഒരു എക്സ്ട്രാ മെത്തേഡ് ആഡ് ചെയ്യാൻ പറ്റുമോ റൺ ടൈമില്? ആ ക്ലാസിന്റെ ഡെഫിനിഷൻ, അതായത് ഇപ്പൊ വേറെ ന്യൂഗെറ്റ് പാക്കേജിലാണെങ്കിലും നമുക്ക് ആ ക്ലാസ്സിലോട്ട് ഇപ്പൊ ഫൈനൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് ഞാൻ സ്വിഫ്റ്റിന്റെ കോണ്ടെക്സ്റ്റ് ആണ് പറയുന്നത്, വേറെ ഫൈനൽ അല്ലാന്നുണ്ടെങ്കിലും എനിക്ക് ഹോസ്റ്റിന്റെ അവിടെ ആ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതാണ്. അല്ല, എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയ ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റൂട്ടോ, ഡിഫൈൻ ക്ലാസ്ന്നോ എന്താണ്? അല്ല, ഞാൻ ഇപ്പൊ ഒരു പേഴ്സൺ ക്ലാസ് എന്ന് പറഞ്ഞ് ഞാനൊരു ലൈബ്രറിക്കകത്ത് എഴുതി. ഓക്കെ, അതില് സ്പീക്ക് എന്നുള്ള ഫംഗ്ഷൻ ആണ് ആ ലൈബ്രറി തരുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ എന്റെ ഇതിൽ സിംഗ്, ആ പേഴ്സൺ ഒരു പാട്ട് പാടുന്നതാണ്. അപ്പൊ ഞാൻ അതിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് പേഴ്സൺ സിംഗ് എന്നുള്ളത് എഴുതിയിട്ട് എനിക്ക് ആ ഫംഗ്ഷൻ എന്റെ ഉപയോഗിക്കുന്നിടത്ത് മാത്രമേ വിസിബിൾ ആവുള്ളൂ. ആ ലൈബ്രറിയുടെ ഭാഗമല്ല, പക്ഷെ ഉപയോഗിക്കുന്നിടത്ത് മാത്രമേ എനിക്ക് ആ ഫംഗ്ഷൻ ആഡ് ചെയ്യാം. അത് എന്റെ ഹോസ്റ്റ് സ്കോപ്പിൽ എവിടെയാണോ പേഴ്സൺ ഉപയോഗിക്കുന്നത് ആ സിംഗ് എന്നുള്ള ഫംഗ്ഷൻ അവിടെ ഉണ്ടാവും. മനസ്സിലായോ? അല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, എക്സ്റ്റൻഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ .NET ഒരു സാധനമുണ്ട്. അതായത് ഒരു സെക്കൻഡ് അങ്ങോട്ട് പോലെ ഇതിപ്പോ ശ്രീത് ഇപ്പൊ പറഞ്ഞതും ബേസിക് ഇൻഹെറിറ്റൻസും തമ്മിൽ എന്താണ് വ്യത്യാസം പറഞ്ഞത്? അതായത് ഇൻഹെറിറ്റ് ചെയ്യുന്നില്ലല്ലോ, ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല. ഞാൻ പേഴ്സൺ എന്ന് പറയണ ഒരു എന്താ പറയാ, പേഴ്സൺ എന്നുള്ള ടൈപ്പ് അതിന്റെ ഉള്ളിലോട്ട് ഒരു കേപ്പബിലിറ്റി ആഡ് ചെയ്യുക ചെയ്യുക, ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്യുക ചെയ്യുക. അല്ല, ഞാൻ മറ്റേ ഇംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. ഇംപ്ലിമെന്റ്സ് അല്ല ഞാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇംപ്ലിമെന്റ് അല്ല കേട്ടോ, ഈക്വലന്റ് ആയിരിക്കും. പറഞ്ഞു അല്ല, അത് പക്ഷെ ഡൈനാമിക്കലി ആണ് ചെയ്യണല്ലേ? ആണോ? ഡൈനാമിക്കലി അല്ല സ്വിഫ്റ്റിൽ ചെയ്യുന്നത്, പക്ഷെ C# അറിയില്ല കേട്ടോ. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരത്ത് മറ്റേ ലാലെ, ഒരു കമ്പൈലർ മറ്റേ റിഫ്ലക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു സാധനമല്ലേ C#? കോഡ് ജനറേറ്റർ വന്നിട്ടുണ്ട്. കോഡ്ജൻ മാതിരി തോന്നുന്നു കേട്ടിട്ട്. കമ്പൈൽ ടൈം ആണെങ്കിൽ, റൺ ടൈം ആണെങ്കിൽ പ്രോക്സി ഇഞ്ചക്ഷൻ ഒക്കെ. പക്ഷെ
നമുക്ക് JVM-ല് ശരത്ത് പറഞ്ഞ മാതിരി അല്ലെങ്കിൽ ഇപ്പൊ .NET-ലാണെങ്കിലും നമുക്ക് റിഫ്ലക്ഷൻ ഡോട്ട് എമിറ്റ് ലെവലിൽ വർക്ക് ചെയ്തിട്ടേ ഒരു പുതിയ ക്ലാസ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ, അല്ലെങ്കിൽ കോഡ് ഡോം ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഈ എക്സിസ്റ്റിംഗ് ക്ലാസിന്റെ ഉള്ളിലോട്ട് മെത്തേഡ് കയറ്റാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണ്. ഇന്റർസെപ്റ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ പറ്റുന്നത് ഡൈനാമിക് ഇത് എക്സ്പാൻഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ പറ്റും അല്ലേ? പക്ഷേ ഈ ആസ്പെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് C# പറ്റില്ലല്ലോ ബൈ ഡിഫോൾട്ട്. അല്ല, ബൈ ഡിഫോൾട്ട് ഇല്ലെങ്കിലും ഒരു ആട്രിബ്യൂട്ട് വെച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ ആസ്പെക്ട് .NET. നിങ്ങൾ അനോട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻജെക്ട് ചെയ്ത് തരും. ഈ ഡിപെൻഡൻസി ഇഞ്ചക്ഷൻ ഒക്കെ തരുന്നത് തന്നെ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയാണല്ലോ. ഓക്കെ. മറ്റേ ഞാനാ എന്റെ ഓർമ്മയില് മറ്റേ പക്ഷെ ഇത് പണ്ട് ബൈൻഡിങ് ഒക്കെ ഉള്ള എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയാം. ഓക്കെ. ബൈൻഡിങ് പല രീതിയിലുണ്ട് മറ്റേ C#. ഞാനിപ്പോ പറയാം. അപ്പൊ ലാലിന്റെ വെടിക്കെട്ട് തുടങ്ങട്ടെ. ലാലാണ് മറ്റേ പടക്കുതിര. ഞാൻ എന്താ പറയാ, ഭയങ്കര അറ്റത്തുനിന്ന് കൊടുക്കാം കോഡിന്റെ. ഓ, എവിടെ ഈ കോൺസ്റ്റന്റും റീഡ് ഓൺലിയും തമ്മിൽ എന്താണ് വ്യത്യാസം? കോൺസ്റ്റന്റ് എന്ന് ഇപ്പൊ റീഡ് ഓൺലി വൺ ടൈം അസൈനബിൾ ആണ്, വേരിയബിൾ ആണ്. ഇപ്പൊ കോൺസ്റ്റ് കമ്പൈൽ ടൈമില് വാല്യൂ എടുക്കുന്നു. അപ്പൊ റീഡ് ഓൺലി മിക്കവാറും കൺസ്ട്രക്ടറിൽ മാത്രമേ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോ ആണോ? അല്ല, അപ്പൊ നിനക്ക് അല്ലെ അതിനൊന്ന് ലാൽ എക്സ്പെക്ട് ചെയ്ത ആൻസർ ആയിട്ട് മാപ്പ് ചെയ്യുന്ന അല്ലേ അത്? അതെ, അത് തന്നെ. ക്രിയേറ്റ് ചെയ്യുമ്പോ ചേഞ്ച് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കൺസ്ട്രക്ട് തന്നെ 2 പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ അല്ലെ? 1 പ്രാവശ്യം ചെയ്യാനേ പറ്റുള്ളൂ അല്ലെ? നിങ്ങൾ വെറുതെ ഇപ്പൊ റീഡ് ഓൺലി വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് കൺസ്ട്രക്ടറിൽ നിങ്ങൾ മറ്റേ ക്ലാസ് ലെവലിൽ തന്നെ ഇനിഷ്യലൈസ് ചെയ്യോ കൺസ്ട്രക്ടറിന്റെ ഉള്ളിൽ ഇനിഷ്യലൈസ് ചെയ്യോ? രണ്ടും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് രീതിയിലും ചെയ്യാം. പിന്നത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കൊരു ഇന്റർഫേസ് ഉണ്ടെന്ന് വിചാരിക്കാം ഓൾറെഡി. ഒരു സെക്കൻഡ് അത് പോണതിന് മുന്നേ ഈ 2 രീതിയും ചെയ്യാന്ന് പറഞ്ഞില്ല. അതായത് ക്ലാസ്സിനുള്ളിൽ ഇനീഷ്യലൈസ് ചെയ്യുക, കൺസ്ട്രക്ടറിനകത്തും ചെയ്യാന്ന് പറഞ്ഞില്ലേ. അത് പോസ്റ്റ് കമ്പൈലേഷൻ കൺസ്ട്രക്ടറിനകത്തോടെ കോഡ് വലിച്ചിടില്ല അവര്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്താണെങ്കിലും അതിനകത്തോട്ട് വലിച്ചിടേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ലല്ല, ലാല് ചലഞ്ച് ചെയ്യുന്നതല്ല, ഞാൻ ഇംപ്ലിമെന്റേഷൻ ചോദിക്കുന്നതാണ്. അല്ല, എസെൻഷ്യലി ശരത്ത് പറഞ്ഞു തന്നെ എന്താ വെച്ചാല് ഈവൻ ദോ ഹോയിസ്റ്റ് ചെയ്യേണ്ടതാണ്, അത് മൂവ് ചെയ്തിട്ട് കൺസ്ട്രക്ടറിലാക്കണ മാതിരിയാണെന്ന്. നമ്മള് ലെക്സിക്കൽ സ്കോപ്പിൽ കാണുന്നതല്ല ആക്ച്വലി ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നടക്കണേ എന്നുള്ളത്. കാരണം മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് കൺസ്ട്രക്ടർ ശരത്ത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. സ്റ്റാറ്റിക് കൺസ്ട്രക്ടർ വരെയുള്ള ലാംഗ്വേജ് C#. ജാവയിൽ സ്റ്റാറ്റിക് ബ്ലോക്കും ഉണ്ട്. അപ്പോ ഇങ്ങനത്തെ സാധനത്തിന് അവര് സ്റ്റാറ്റിക് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മെക്കാനിസം അണ്ടർലൈങ് ഇതിൽ ഓവർ ചെയ്യുമ്പോൾ സെയിം മെക്കാനിസം ആയിരിക്കണം. മറ്റേതൊരു കോഡ് സൈഡിലെ ഗിമിക് ആയിരിക്കില്ലേ? അതെ, ഒരു ഗിമിക് അടക്കണ്ടായിട്ടുണ്ട് ഓഫ്കോഴ്സ്. പക്ഷെ നമ്മള് ഇപ്പൊ നമ്മളൊരു ആളുടെ അടുത്ത് പറയുമ്പേ ഇപ്പൊ ഈ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് കൂറില്ലാന്ന് പറയും. കുറച്ചും കൂടി കൺവെൻഷണൽ വിഷ്വലി അവർ കാണുന്നത് അങ്ങനെയാണല്ലോ. ഞാൻ ആ ഒരു ആൻസർ കൊടുത്തേ. അടുത്തത് ലെങ്ത് കൗണ്ട് അപ്പർ ബൗണ്ട്, ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഓക്കെ, അപ്പോ ഈ മറ്റേ ഇതിപ്പോ സ്കെയിലർ ഒബ്ജക്റ്റിന്റെ ആണോ, അതിപ്പോ സ്ട്രിങ്ങിന്റെ ഒക്കെ ആണോ ഉദ്ദേശിച്ചത്, അതെയോ കളക്ഷന്റെ ആണോ? കളക്ഷന്റെ. അപ്പോ ഈ എന്താ പറയാ, കളക്ഷനിൽ ഇപ്പോ C++ ലാംഗ്വേജിലൊക്കെ സൈസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സൈസ് അതായത് എത്ര അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ അപ്പർ ബൗണ്ട് മിക്കവാറും ഇപ്പോ കറണ്ട് അലോക്കേഷൻ, അതായത് ഇപ്പൊ നമുക്ക് അവർ ചങ്കായിട്ട് അലോക്കേറ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ നമുക്ക് 10 ഉണ്ട്, നമുക്ക് ഒരെണ്ണം എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് കൗണ്ട് എന്ന് പറഞ്ഞ മറ്റേ എന്താ പറയാ, പക്ഷെ 15 എണ്ണത്തിന് അവർ അലോക്കേറ്റ്, അതിനെയാണ് കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ആക്ച്വലി ഉള്ള ഇതിനെയാണ്
മറ്റേ എന്താ പറയാ ഈ ലെങ്ത് എന്ന് പറയണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്ക് ലെങ്ത്തും സൈസും അല്ലെങ്കിൽ എന്താ പറയാ അല്ല കൗണ്ടാണ് ആക്ച്വലി ഉള്ളത്. മറ്റേ അപ്പർ ബൗണ്ടാണ് എത്ര വരെ വരാന്നുള്ളത്. അതാണ് എനിക്ക് മനസ്സിലായത്. എന്താ അതിന്റെ ആൻസർ? ഇപ്പൊ അപ്പർ ബൗണ്ട് ഉപയോഗിക്കുന്നത് അറയുടെ കേസിലൊക്കെയാണ്. അതായത് ഓ അറയുടെ കേസിൽ മനസ്സിലായി. അപ്പർ ബൗണ്ട് ഏത് ലെവലിലുള്ള ലെങ്ത് ആണെന്നാണ് നോക്കുക. അപ്പൊ അതായത് 2 ഡയമെൻഷണൽ അറേ ആണെന്ന് വെച്ചോ. 2 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ 0th ഡയമെൻഷനിൽ ഒരു ലെങ്ത് ഉണ്ടാവും, ഫസ്റ്റ് ഡയമെൻഷനിൽ ഒരു ലെങ്ത് ഉണ്ടാവും. അപ്പൊ ഏത് ഡയമെൻഷനില ജാഗ്ഡ് അറേ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ വള്ളിയുള്ളത്. ഏത് ലെവലിലുള്ള ഇതാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പർ ബൗണ്ട് പോവുക. അപ്പോൾ അപ്പർ ബൗണ്ടിന് പാരാമീറ്റർ ഉണ്ട് ഏത് ലെവലിലാണെന്നുള്ളത് കൊടുക്കാൻ. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് എത്ര ഐറ്റംസ് അതിലുണ്ട് ആ സംഭവം പോകും. കൗണ്ട് ഇതാണ് എന്താ പറയുക മെത്തേഡായിട്ടാണ് വരുന്നത്. കൗണ്ടിൽ നമുക്ക് മറ്റേ ലാംഡ എക്സ്റ്റൻഷൻ മെത്തേഡാണ്, ലിങ്ക്യൂൻ്റെ എക്സ്റ്റൻഷൻ മെത്തേഡാണ്. അതിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാന്നാണ് പറയണേ. അതെ, ഫിൽട്ടർ കൊടുക്കാന്നാണ്. അതെ. ഓ ഓക്കെ. അപ്പൊ അത് ഏതിനൊക്കെ അറയ്ക്ക് മാത്രമുള്ളതാണോ അത്? എന്യൂമറബിൾ എല്ലാത്തിനും. അപ്പൊ ലിസ്റ്റിനും ഒക്കെ ഉണ്ട്. അതെ അതെ അതെ. ഈ അപ്പർ ബൗണ്ട് മാത്രം മറ്റേലോട്ട് പോകും, അറയിലോട്ട് പോകും. കൗണ്ടും ലെങ്ത്തും എന്യൂമറബിളിലാണ് വരിക. ഇതിലുണ്ട് കേട്ടോ, ലെങ്ത് മറ്റേലുണ്ട് അറയിലുണ്ട്. അപ്പൊ ഈ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അലോക്കേറ്റഡോ? കൗണ്ട് എല്ലാം അലോക്കേറ്റ് ചെയ്തതിൻ്റെയാണ് കേട്ടോ. കൗണ്ടിൽ നമുക്ക് പറയാം, അതായത് എന്ത് കണ്ടീഷനെ ബേസ് ചെയ്ത് കൗണ്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്തേ ഉള്ളൂ. അപ്പൊ ഈ എത്ര അലോക്കേറ്റ് ചെയ്യേണ്ടത് ഹിഡൻ ആണെന്നാണ് നിങ്ങൾ പറഞ്ഞു തന്നെ. അതെ, നമുക്ക് പറയാം. അതായത് ഇപ്പൊ ലിസ്റ്റ് അലോക്കേറ്റ് ചെയ്യുവാണെങ്കിൽ 50 എണ്ണം വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യമേ പറയാം. അപ്പൊ അതിനുള്ള സ്പേസ് അലോക്കേറ്റ് ചെയ്യും. പക്ഷെ അങ്ങനെ സ്പേസ് എന്തോരം അലോക്കേറ്റ് ചെയ്തു എന്ന് അറിയാൻ എനിക്കറിയില്ല കേട്ടോ. സൈസ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. അല്ല, സൈസ് ഞാൻ മറ്റേ C++ന്റെ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറിയുടെ പറഞ്ഞു. ഓക്കെ, പുതിയ അറിവായിരുന്നു. പിന്നെ ഒരു ഫംഗ്ഷനിൽ നിന്ന് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് റിട്ടേൺ ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യും? അതായത് ഒന്ന് റെക്കോർഡ് ടൈപ്പ് ഉണ്ടാക്കാം, പിന്നെ ട്യൂപ്പിൾ ഉണ്ട്. ഇനിയിപ്പോ മോഡേൺ C# മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂ ഇംപ്ലിസിറ്റ്ലി സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് മൂന്നാണ് എനിക്കറിയാവുന്നത്. ഇപ്പൊ നമ്മള് ലിസ്റ്റ് വിടുക അതൊക്കെ എനിബഡീസ് ഗെയിമാണ്. അപ്പൊ റെക്കോർഡ്, മറ്റേ ട്യൂപ്പിള്, പിന്നെ ഇപ്പൊ വേണമെങ്കിൽ ലിസ്റ്റ് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇംപ്ലിസിറ്റ് ആയിട്ട് റിപ്പോർട്ട്, കാരണം ഞാൻ C++ലൊക്കെ വന്നു, ഇപ്പൊ C# അത് ഉണ്ടാവും വിചാരിക്കുന്നു. ഏതൊക്കെയാ ഇംപ്ലിസിറ്റ് ആയിട്ടുണ്ട്? അത് എന്താ പറയാ, ഈ വാല്യൂ ട്യൂപ്പിളിന്റെ ഡീകൺസ്ട്രക്ട് ചെയ്യണാണ് ഓട്ടോമാറ്റിക് ആയിട്ട്. അതായത് മനസ്സിലായി. അതായത് അനോണിമസ് ആണ് ആ നെയിം അല്ലേ ട്യൂപ്പിളിന്റെ? അതെ. ഓക്കെ. അപ്പൊ അങ്ങനെ അതാണ് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ്. അത് കാസ്റ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അല്ല, ഇത് ഒരു സെക്കൻഡ്. അതായത് ട്യൂപ്പിളിന് ലിറ്ററൽ കൺസ്ട്രക്ഷൻ ഉണ്ടാവില്ലേ? അതായത് അൺനെയിംഡ് കൺസ്ട്രക്ഷൻ ഉണ്ട്. അല്ല, ഇപ്പൊ സിന്റാറ്റിക് ഷുഗർ ആയിട്ട് കൊടുക്കണ്ട് മറ്റേ ഇപ്പൊ മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂ. അതെന്താ ഒരു ബേസ് ക്ലാസ് ആയിരിക്കും അപ്പൊ റിട്ടേൺ ടൈപ്പ്? എങ്ങനെ ഇപ്പൊ സ്വിഫ്റ്റില് സം മൾട്ടിപ്പിൾ റിട്ടേൺ സം നണ്ണ് മറ്റേ ഇതിനു വേണ്ടിയാ, മറ്റേ മൊണാഡിന് മറ്റേ നൾ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയാ. ഇല്ല, അവിടെ മൾട്ടിപ്പിൾ റിട്ടേൺ ടൈപ്പ് പറ്റില്ല. കാരണം അതായത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഷുഡ് ബി അല്ലെങ്കിൽ അതിനൊരു റിലേഷൻഷിപ്പ് ഒറ്റ ടൈപ്പ് ആയിട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ. അതായത് എനിക്ക് ഒരു പേഴ്സന്റെ കൂടെ ഒരു വേറൊരു ക്ലാസ്സിന് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല ആ ഫംഗ്ഷനകത്ത്. അല്ലെങ്കിൽ അത് വേറെ. ഇതങ്ങനെയല്ല. ഇതിപ്പോ എല്ലാവരും ചോദിച്ചത് എക്സ്പ്ലിസിറ്റ്ലി ഒരു റിട്ടേൺ വാല്യൂ. അതായത് മറ്റേത് നൾ ഹാൻഡ്ലിങ്ങിനും ഓറൽസ് ഇപ്പൊ പേരാണെങ്കിൽ ഫസ്റ്റ് വേണോ സെക്കൻഡ് വേണോ അങ്ങനത്തെ ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അത്. ഇതല്ല, ഒരു ഫംഗ്ഷനിൽ നിന്ന് എങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂ റിട്ടേൺ ചെയ്യാം. പിന്നെ റെഫ് പാരാമീറ്റർ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും, ഔട്ട് പാരാമീറ്റർ ഒക്കെ വെച്ചിട്ട്. അല്ലേ, അത് ഞാനിവിടെ പറയുന്നില്ല. അല്ല, അത് റിട്ടേൺ എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നില്ല.
ശ്രീത ഇപ്പൊ പറഞ്ഞതിന്റെ മെത്തേഡിന്റെ സിഗ്നേച്ചർ ഈ ചാറ്റിൽ ഇട്ടേക്കണ പോലെ വരും ഏതാണ്ട്. ഓ ഓക്കെ ഓക്കെ, ഇത് ട്യൂപ്പിൾ പോലെയാണല്ലേ. അങ്ങനെ പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണ്, ഓക്കെ നമുക്കൊരു പറഞ്ഞോ. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ശരിക്കും ഒരു ഇന്റർഫേസ് മാത്രം, അതായത് ഒരു ബേസ് ക്ലാസ് റിട്ടേൺ ടൈപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ടൈപ്പ് അതൊരു മൾട്ടിപ്പിൾ റിട്ടേൺ ടൈപ്പ് എന്നുള്ള പാരഡൈമിൽ വരുന്നതാണ്. അത് നിങ്ങൾ ഉദ്ദേശിച്ചത് അതിന്റെ കോൺക്രീറ്റ് ടൈപ്പ് അല്ല വരുന്നുള്ളൂ. കോൺക്രീറ്റ് ടൈപ്പ് മാറ്റാലോ, അതൊരു മൾട്ടിപ്പിൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അല്ല, അത് പറയാറില്ല. ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതിന് പോകുമ്പോൾ അത് സിംഗിൾ ടൈപ്പ് അല്ലേ, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഹൈറാർക്കി. ഫോർ ദി ഇന്റന്റ് ഓഫ് റിട്ടേണിംഗ് മൾട്ടിപ്പിൾ വാല്യൂ ആണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് അവിടെ വരുന്നത്. അതെ, സെമാന്റിക് ലെവലില് അല്ല. അപ്പൊ ഈ ആ സിന്റാക്സ് കണ്ടപ്പോ ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് സ്ട്രക്ചറൽ ടൈപ്പിംഗ് C# സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? എക്സ്പ്ലെയിൻ ചെയ്യാവോ സ്ട്രക്ചറൽ ടൈപ്പിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ? അതായത് ഈ ഒരു നെയിംഡ് സ്ട്രക്ചർ, അതായത് യൂഷ്വൽ ടൈപ്പ് കൺസ്ട്രക്ഷൻ C# വിത്ത് സ്ട്രിംഗ് ആൻഡ് ഇന്റിജർ കോമ്പാറ്റബിൾ ആണോ? അല്ല എന്നാണ് എന്റെ അറിവ്. വിത്ത് നെയിം ആൻഡ് ഏജ് എന്നുള്ള ഇതാണെങ്കിലും അത് നോമിനൽ ടൈപ്പിംഗ് ഉള്ളൂ എന്നാണ്. ഇത് നെയിമാണ്. അതായത് ഇപ്പൊ പേഴ്സൺ എന്ന് പറഞ്ഞ പേഴ്സൺ അണ്ടർസ്കോർ ലാൽ, പേഴ്സൺ അണ്ടർസ്കോർ പ്രസീദ് എന്ന് പറഞ്ഞ 2 ക്ലാസ് ഉണ്ടെന്ന് വെച്ചോ. ഉള്ളിലത്തെ സ്ട്രക്ചർ സെയിം ടൈപ്പ് ആണെങ്കിലും ഇവൻ സെയിം നെയിം ആണെങ്കിൽ പോലും വേറെ ആയിട്ട് കാണുള്ളൂ. അതാണ് എന്റെ അറിവ്. ഡാറ്റ ഡിഫറെന്റ് ആണെങ്കിൽ എന്നുള്ള രീതിയിലല്ലേ? ആട്രിബ്യൂട്ട് അതായത് ടൈപ്പ് ഈക്വലൻസ്. അതായത് ഇപ്പൊ പേഴ്സൺ എന്നുള്ള ക്ലാസ്സിൽ നെയിം ഏജ് സാലറി ആന്ന് വെച്ചോ. അപ്പോ ലാലിന്റെ എന്തെങ്കിലും അത് തന്നെ ഇരിക്കണം. പക്ഷെ പേര് മാത്രം പേഴ്സൺ അണ്ടർസ്കോർ പൈന്നും പേഴ്സൺ അണ്ടർസ്കോർ ലാലെന്നാ വന്നെങ്കിൽ ടൈപ്പ് സ്ക്രിപ്റ്റിന് ഫെസിലിറ്റി ഉണ്ട് ഇത് ഒന്നായിട്ട് കാണാൻ. സ്ട്രക്ചറൽ ടൈപ്പിംഗ് എന്ന് പറയുന്നത് കാരണം അതിന്റെ ഉള്ളിലത്തെ ടൈപ്സ് സെയിം ആണല്ലോ. ടൈപ്പ് ഇല്ല. അതായത് ഇതിന് കോമ്പാറ്റബിൾ ആയിരിക്കണമെങ്കിൽ മറ്റേ ട്യൂപ്പിളിന്റെ ലിറ്ററൽ കൺസ്ട്രക്ഷൻ വഴി ആയിരിക്കണം അത് ജനറേറ്റ് ചെയ്യേണ്ടത്. അതെ. സ്റ്റാറ്റിക്കലി ടൈപ്പ് ലാംഗ്വേജിന് പറ്റുമല്ലോ. ടൈപ്പ് സ്ക്രിപ്റ്റ് പിന്നെ ഫങ്ഷണൽ ഹാസ്കൽ പറ. അല്ലല്ല, ഇപ്പൊ ലാല് കാണിച്ച സിന്റക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂ ചെയ്യുന്ന ഒരു ഇംപ്ലിസിറ്റ് മറ്റേ ട്യൂപ്പിൾ ആണത്. ട്യൂപ്പിളിനാണ് മറ്റേ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നത് അവര്. അങ്ങനെയല്ല ശരത്തെ, ചിലപ്പോ കുറെ ഫങ്ഷൻസ് ട്യൂപ്പിൾ റിട്ടേൺ ചെയ്യണമെങ്കിൽ വെറുതെ അത് റിട്ടേൺ ചെയ്താലും മതി കേട്ടോ, ചേഞ്ച് ചെയ്തിട്ട്. മനസ്സിലായി. അല്ല, ലിറ്ററൽ കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ കോമ്പാറ്റബിൾ ആണെന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തല്ലോ. അതെ. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ഇന്റർഫേസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇന്റർഫേസ് എന്തെങ്കിലും iEmployee എന്ന് പറഞ്ഞ ഇന്റർഫേസ് ഉണ്ട്. ആ ഇന്റർഫേസ് നമ്മൾ ലൈബ്രറി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഇഷ്ടംപോലെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഇന്റർഫേസിൽ ചേഞ്ച് വരുത്തണം. എന്തൊക്കെ സ്ട്രാറ്റജി ഉണ്ട്, ഏതാണ് ബെസ്റ്റ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷനിൽ എന്ത് ഉപയോഗിക്കും? എക്സിസ്റ്റിംഗ് മെത്തേഡ് ചേഞ്ചോ അതിലുള്ള സിഗ്നേച്ചർ ചേഞ്ച് ചെയ്യാനാണോ പറഞ്ഞത്? അതെ. അതായത് ഈ ഒരു പണി എക്സ്റ്റൻഷൻ മെത്തേഡാണ്. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളത് എനിക്ക് ഇതുവരെയായിട്ടും ഇതിലായി. ശരിക്കും പറയാം ഇന്റർഫേസസ് ചേഞ്ച് ചെയ്യുന്ന ഒരു നല്ല സ്ട്രാറ്റജി അല്ല. അതായത് ഇന്റർഫേസസ് വെർഷൻ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ സെക്യൂരിറ്റി ഫ്ലോ എന്തെങ്കിലും കണ്ടുപിടിച്ചു ഓൾറെഡി ഉള്ളതിൽ. അപ്പൊ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യണമെന്നല്ല, ഇപ്പൊ പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പഴയത് ഉപയോഗിക്കാൻ പാടില്ല. എങ്ങനെ എൻഫോഴ്സ് ചെയ്യും? ചേഞ്ച് ബാക്ക്വേർഡ് ഇൻകോമ്പാറ്റബിൾ ചേഞ്ച് ആണോ ഉദ്ദേശിക്കണേ? ബാക്ക്വേർഡ് ഇൻകോമ്പാറ്റബിൾ ആയിരിക്കണം.
ചേഞ്ച് ആയിരിക്കണം എന്നാണോ, ബാക്ക്വേർഡ് ഇൻകോമ്പാറ്റബിൾ ആയിരിക്കണം? ഒരു മെത്തേഡിന്റെ കേസിൽ ഇൻകോമ്പാറ്റബിൾ ആയിരിക്കണം. അപ്പൊ ഡിപ്രിക്കേറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കണേ? അല്ല, അതിപ്പോ ഓവർ റൈഡ് ചെയ്യാൻ മെത്തേഡ് ഓവർ റൈഡിങ് പറ്റുമോ അവിടെ? ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. ഇന്റർഫേസ് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഡിഫോൾട്ട് പാരാമീറ്റർ ആക്കി മാറ്റിയാ പോരെ പ്രോബ്ലം പാരാമീറ്റർ? അതൊരു ഓപ്ഷനാണ്. എന്നിട്ട് ചെക്ക് ചെയ്താ പോരെ? അതാണ് എനിക്ക് വരുന്ന ഒരു മെത്തേഡ്. അല്ലെങ്കിൽ അത് ഡിസ്റിഗാർഡ് ചെയ്യുക. എക്സ്ട്രാ പാരാമീറ്റർ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളതാണ് പ്രശ്നം. ഓവർലോഡ് ചെയ്യാലോ. അല്ല, ഇപ്പൊ നമുക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അല്ല, ഓവർലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് ബ്രേക്ക് ചെയ്യണ്ടേ? അല്ല, ഓവർലോഡ് ചെയ്തിട്ട് ഡിഫോൾട്ട് ഇടുവോ? ഓവർലോഡ് എടുത്തിട്ട് അത് പറയാൻ പറഞ്ഞത്, അത് ഇന്റർഫേസിൽ പുതിയതിൽ ഏത് വെർഷൻ ഏതാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പുതിയതിൽ നമുക്ക് ഇന്റർഫേസിന്റെ മെത്തേഡ് കൊടുക്കാൻ പറ്റും, ബോഡി കൊടുക്കാൻ പറ്റും. ഒരു പുതിയ മെത്തേഡ് ആഡ് ചെയ്യുമ്പോൾ ആ മെത്തേഡിന് ഡിഫോൾട്ട് ബോഡി കൊടുക്കാൻ പറ്റും. അത് ജാവയിലുണ്ട്, ഡിഫോൾട്ട് എന്ന് പറഞ്ഞ ജാവ 8 വന്ന ഒരു സാധനം. ഓക്കെ, അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, അപ്പൊ ഒരു പുതിയ മെത്തേഡ് ഡിഫോൾട്ട് പാരാമീറ്റർ വെച്ച് ആഡ് ചെയ്തിട്ട് ഈ ഓൾഡിനെ സ്റ്റബ് ചെയ്താ പോരെ? അതെ, അത് ബാക്ക്വേർഡ് ഇൻകോമ്പാറ്റബിലിറ്റി ബ്രേക്ക് ചെയ്യുന്ന സാധനം അല്ലല്ലോ. അതായത് ഈ പഴയതിന്റെ ബോഡി ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മറ്റേ പാരാമീറ്റർ ഓപ്ഷണൽ ആണ്. ന്യൂ പാരാമീറ്റർ ഓപ്ഷണൽ ആണ്. എനിക്ക് ഐ ആം ഗസ്സിംഗ് ടു മച്ച്. അപ്പൊ എനിക്ക് ആൻസർ തരുന്നതായിരിക്കും നല്ലത്. എനിക്ക് അധികം പറ്റണല്ലേ, പറ. ഇപ്പൊ ഞാൻ ആലോചിച്ച സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് പുതിയ ഓവർലോഡ് ചെയ്ത് പുതിയ മെത്തേഡ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പുതിയ മെത്തേഡ് ഉണ്ടാക്കും, എന്നിട്ട് പഴയതിനെ ഒബ്സലീറ്റ് ആക്കി മാർക്ക് ചെയ്തിട്ട് അതിൽ എക്സെപ്ഷൻ ത്രോ ചെയ്യും, എന്നിട്ട് പുതിയതിൽ നിന്ന് പഴയതിനെ കോൾ ചെയ്യും. അപ്പൊ ആ സമയം ഇന്റർഫേസിൽ നടക്കാം. ഇന്റർഫേസ് അങ്ങനെ തന്നെ ഒബ്സലീറ്റ് ആക്കണതിന് വരാം. അല്ല, അപ്പൊ മറ്റേ ഡിപ്രിക്കേറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലത്തെ ലോജിക്ക് മറ്റേ ഉള്ളിൽ നിന്ന് വിളിക്കും, എന്നിട്ട് ഇവൻച്വലി ആൾക്കാർ പുതിയതിലോട്ട് മാറി കഴിയുമ്പോൾ പഴയത് ആ ഇംപ്ലിമെന്റേഷൻ പ്രൈവറ്റ് ആക്കും അല്ലേ? ഓക്കെ. ഇന്റർഫേസിൽ ശരിക്കും പറഞ്ഞാൽ വൾനറബിലിറ്റി ഉണ്ടാവില്ലല്ലോ. ഇംപ്ലിമെന്റേഷൻ അല്ലേ? ഇംപ്ലിമെന്റേഷൻ അല്ല, നമ്മളിപ്പോ ഒരു പാരാമീറ്റർ കൊടുക്കണമെങ്കിൽ ആ പാരാമീറ്റർ ഒരു സെക്യൂരിറ്റി പാരാമീറ്റർ മേടിക്കാൻ പാടില്ല. അങ്ങനെ. പിന്നത്തെ സംഭവം, ഈ SQL കണക്ഷൻ ബോളിങ് എങ്ങനെയാണ് .NET ചെയ്യുമ്പോൾ വരിക? നമ്മ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക? എനിക്ക് ഒരു ഐഡിയ ഇല്ല. അത് കണക്ഷൻ സ്ട്രിംഗിൽ പറഞ്ഞു കൊടുക്കുള്ളൂ. കണക്ഷൻ സ്ട്രിംഗിൽ പൂളിങ് കൊടുത്തിട്ടുണ്ട്, പൂൾ സൈസ് എന്താന്നൊക്കെ. അത്രേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ഏറ്റവും വലിയ ടേക്ക് അവേ അതായിരിക്കും. പിന്നെ അതായത് തേർഡ് പാർട്ടി കണക്ഷൻ പൂൾസ് ഇല്ല. ഇല്ല, നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം, പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല. യൂസ് കേസ് അനുസരിച്ചിരിക്കുമെന്നാണ് ചെറുത്ത് പറഞ്ഞത്. അല്ല, നമുക്ക് ഓൾറെഡി ഫങ്ഷനാലിറ്റി ഉള്ളപ്പോൾ നമ്മൾ കസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്താ ഗുണം? അത് ഡിപ്പെൻസ്. ആ ട്രേഡ് ഓഫ് എന്താണെന്ന് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ടി വരും. മൈക്രോസോഫ്റ്റ് തന്ന പ്രൊപ്രൈറ്ററി സാധനം ആണല്ലോ നമ്മളിപ്പോൾ യൂസ് ചെയ്യണേ. അപ്പോൾ അത് എന്റെ ലിമിറ്റേഷൻ എന്താണെന്ന് അറിയില്ലല്ലോ. അതെ, ഓക്കെ. അല്ല, മൈക്രോസോഫ്റ്റ് അവിടെ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഞങ്ങളുടെ ഡാറ്റാബേസ് ഡ്രൈവറിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, സോ വൈ യു ബോദർ എന്നാണ്. അതും പ്രത്യേകിച്ച് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ഒക്കെ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡാറ്റാബേസുകളിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്ക് ഡിഫോൾട്ട് എടുത്ത് ഫോൾ ബാക്ക് ഒക്കെ ചെയ്യാം അല്ലേ, കണക്ഷൻ സ്ട്രിംഗ് മാത്രമാണെങ്കിൽ. മറ്റേത് ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, മെമ്മറി ലീക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ C# വരുമ്പോൾ ഒരു ഡെവലപ്പറിനോട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാ പറയാ? അല്ലെങ്കിൽ മെമ്മറി കൺസേൺസ് വരണ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം? C# ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഈ whenever you are finished using your references
അതിനെ നള്ളാക്കി ഇടാൻ നോക്കുക എല്ലായിടത്തും പറ്റാവുന്ന സ്ഥലത്തൊക്കെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഫറൻസസ്, ഈ ഹിഡൻ റെഫറൻസസ് കുറേയുള്ള ലാംഗ്വേജ് ആണ് .NET ജാവയും. അപ്പോൾ ഒന്നതാണ്. പിന്നെ നേറ്റീവ് ഫയൽ ഹാൻഡിൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ക്യാച്ച് ഫൈനലി ഉപയോഗിക്കുക. ഫൈനലിയിൽ നേറ്റീവ് റിസോഴ്സസ് ക്ലീൻ അപ്പ് ചെയ്യുക. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്റ്റേണൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി അങ്ങനത്തെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇത് രണ്ടുമാണ് മേജർ ആയിട്ടുള്ള സ്ട്രാറ്റജി. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡിസ്പോസ് പാറ്റേൺ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയും. യൂസിങ് വെച്ചിട്ടാണ് C# എന്ത് പേരാണ് കേട്ടില്ല? ഡിസ്പോസ് പാറ്റേൺ. ഡിസ്പോസ്. പക്ഷെ അത് അങ്ങനത്തെ കോഡ് പാറ്റേൺസ് കാണാറില്ലല്ലോ. യൂസിങ് അല്ല, അത് ഈ റിസോഴ്സ് അലോക്കേഷന്റെ കേസ് അല്ലേ സാർ ഇപ്പൊ പറയുന്നത്? അതായത് ഇപ്പോ ട്രൈ വിത്ത് റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞ ജാവയിലുള്ള സാധനം. അതല്ലാതെ ഇപ്പൊ നൾസ് നമ്മള് ചെയ്യാറില്ലല്ലോ. ഇപ്പൊ ഈ കേസിൽ ഇപ്പൊ ശ്രീത്ത് പറഞ്ഞ കേസിൽ ഇപ്പൊ ശ്രീത്തിന്റെ മൈൻഡിൽ പ്രോബബ്ലി ഇപ്പൊ ഒരു ലിസ്റ്റ് ചുമ്മാ പോപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അൺപോപ്പുലേറ്റ് ചെയ്യാത്ത സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും. ക്ലിയർ കൊടുക്കുന്നതിന്റെയാണോ ഉദ്ദേശിച്ചത്? ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് നള്ള് കൊടുത്താൽ മാത്രം പോരാ, നമ്മുടെ റെഫറൻസ്. പക്ഷെ ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ അലിയാസ് ചെയ്യുന്നവരുടെ ഒന്നും പോവില്ല അത്. അല്ലല്ല, അതാണ്. അപ്പൊ അതായത് ഇത് ഹൈലി ആക്സസ് പാറ്റേൺ സ്പെസിഫിക് ആണ് കോഡിലെ ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ. അതായത് മാനേജ്ഡ് മെമ്മറി ഉള്ള റൺ ടൈംസിൽ ആക്സസ് പാറ്റേൺ സ്പെസിഫിക് ആണ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ആണ് മെമ്മറിയിലേക്ക് വരുത്തുന്നത്. അതെ, ഞാനിപ്പോ ജനറൽ ആയിട്ടുള്ള 2 സ്ട്രാറ്റജി പറഞ്ഞു. അതായത് ഒന്ന്, നിങ്ങൾ കോഡ് എഴുതുമ്പോ യു ഫോർസി അല്ലല്ല, സാറ് പറഞ്ഞതിനല്ല ഞാൻ പറഞ്ഞത്. സാറ് പറഞ്ഞത് റാഷണൽ അപ്രോച്ച് ആണ്. അതായത് നിങ്ങൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറെ അത് ലാലിനൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഡെയിലി കോഡ് ഇപ്പൊ ഈവൻ ശ്രീത്തിനും അത് പറ്റുമെന്ന് എനിക്ക് അറിയണോടാ. ലാല് പറയട്ടെ. അല്ല, ഇപ്പൊ നമ്മൊരു മെത്തേഡിന്റെ അകത്ത് ഒരു സാധനം അലോക്കേറ്റ് ചെയ്യുവാണെങ്കിൽ ആ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സ്കോപ്പിന്റെ പുറത്ത് പോയല്ല. ആ വേരിയബിൾ ആ സ്കോപ്പിന്റെ അകത്തല്ലേ ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ നോക്കണ്ടല്ലോ. അത് നള്ളാക്കണം. ഈവൻ നള്ളാക്കണ്ട എന്നാണ് എന്റെ വിശ്വാസം. അത് നള്ളാക്കണ്ട. ഇപ്പൊ ലോക്കൽ അലോക്കേഷൻ നള്ളാക്കണ്ട കാര്യമില്ല. പിന്നെ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഡിസ്ട്രക്ടർ എഴുതിയിടാം. ക്ലാസിന്റെ കളയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്പോസബിൾ ഉപയോഗിച്ച ഗാർബേജ് കളക്ടർ കളക്ട് ചെയ്തോളൂ. ഇതൊക്കെ റാഷണൽ അപ്രോച്ച് ആണ്. പക്ഷേ പ്രോഗ്രാമർ മിസ്റ്റേക്ക് വരും. ഷെയർഡ് ഡാറ്റ സ്ട്രക്ചർ വരുമ്പോൾ, പെർട്ടിക്കുലർ ആക്സസ് പാറ്റേൺ വരുമ്പോൾ മെമ്മറി ക്ലിയർ ചെയ്തില്ലെങ്കിൽ അത് സ്പെസിഫിക് ടു ആ ഡെവലപ്മെന്റ് സിനാരിയോ അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റ് ആണ് തീരുമാനിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? ഞാൻ വേറെ ഇത് ചോദിക്കാം. ശ്രീത് ആഡ് ചെയ്യാനില്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ശ്രീത് ചോദിക്കാൻ. എനിക്ക് 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വിഫ്റ്റില് സൈക്ലിക് ഡിപെൻഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ നിങ്ങളുടെ ഒരു ഡെലിഗേറ്റോ അല്ലെങ്കിൽ ലാംഡ ഒരു വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ ക്ലാസിന്റെ റെഫറൻസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈക്ലിക് ഡിപെൻഡൻസി ക്രിയേറ്റ് ചെയ്യും. അതൊരു മെമ്മറി ലീക്കിന്റെ പ്രോബ്ലം ഉണ്ടാകും. പിന്നെ നമ്മുടെ യുടെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ കുറെ, അതായത് ഒരു ഫ്യൂച്ചർ എന്നുള്ള സാധനം അസിംഗവേറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഡാർട്ടിന്റെ കേസിൽ ഫ്യൂച്ചർ കുറെ ഇൻസ്റ്റൻസ് ഒരു ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്ലാസിന്റെ ലൈഫ് സൈക്കിള് തീരുന്നതിന് മുന്നേ നമ്മൾ വേറെ ക്ലാസ്സിൽ പോയി. ഓക്കെ, അത് UI പാറ്റേണിന്റെ കേസിലാണ്. അതായത് അടുത്ത പേജിൽ പോയി. അപ്പൊ എന്ത് പറ്റുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ അവിടെ എക്സിക്യൂട്ട് ആവും. പക്ഷെ ആ ഫ്യൂച്ചർ ക്യാൻസൽ ചെയ്യാൻ മറക്കുമ്പോഴും ഈ പറഞ്ഞ മെമ്മറി ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോ ഇവിടുത്തെ GC? പറഞ്ഞു. അതായത് ഗാർബേജ് കളക്ടർ നല്ല അഡ്വാൻസ്ഡ് ആണ്. അതായത് മര്യാദക്കുള്ളവന്മാരെ എഴുതിയിരിക്കുന്നതാണ്. മറ്റേ പൈത്തന്റെ ഒക്കെ പോലത്തെ അല്ല, റെഫറൻസ് കൗണ്ടിങ് പരിപാടികളൊന്നും ഇല്ല. അപ്പൊ ഈ സൈക്ലിക് സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽഡ് ആ. അപ്പൊ അങ്ങനത്തെ പ്രശ്നം വരില്ല. പിന്നെ മറ്റേത് ഒരു സ്പെസിഫിക് ആക്സസ് പാറ്റേൺ ഇഷ്യൂ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് അത് ഇവിടെയും വരാം. ഇവിടെ യുഐയുടെ അതെ. അതിപ്പോ നമ്മളിവിടുത്തെ ഡാറ്റ സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്തില്ലെങ്കിൽ വരാം. അപ്പൊ അതാണ് ഞാൻ നെക്സ്റ്റ് ചോദിക്കാൻ പോണേ ലാലിന്റെ അടുത്ത്. അതായത് ഈ മെമ്മറിയിലേക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യും?
എന്താണ് സ്റ്റാൻഡേർഡ് ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യണേ? അതായത് ഇപ്പൊ വിഷ്വൽ സ്റ്റുഡിയോ IDE റൺ ചെയ്യണമെങ്കിൽ അതിൽ അലോക്കേറ്റഡ് മെമ്മറി കാണിക്കും, പക്ഷെ ടോട്ടൽ അലോക്കേറ്റഡ് മെമ്മറിയെ കാണിക്കുള്ളൂ. അല്ലെങ്കിൽ മറ്റേ പ്രൊഫൈലർ വെച്ച് നോക്കണം, പ്രൈവറ്റും പബ്ലിക്കും. മറ്റേ പ്രൈവറ്റിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഡംപ് എടുക്കാം. ഡംപ് എടുത്ത് കഴിഞ്ഞിട്ട് ഏത് ഒബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ അലോക്കേറ്റ് ആയണൊക്കെ നോക്കിയിട്ട് അങ്ങനെ കണ്ടുപിടിക്കാം. അതായത് ഈ ലോഡ് ഓവർ ടൈമിൽ നിന്നാണല്ലോ ഇത് ഫിഗർ ഔട്ട് ചെയ്യണേ. അതെ. ഈ ലോഡ് ഓവർ ടൈം ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടോ? അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സ്പെസിഫിക് ടൂൾസോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ഡൗട്ടുള്ള സാധനത്തിനൊക്കെ പൊതുവെ ചെയ്യണത് മറ്റേ ബെഞ്ച് മാർക്കൊക്കെ ഓടിക്കും. ബെഞ്ച് മാർക്കൊക്കെ ഓടിച്ചു കഴിയുമ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. സിസ്റ്റം ഡയഗ്നോസ്റ്റിക്സ് യൂട്ടിലിറ്റി CPU-ന്റെ ഒക്കെ കൺസംഷൻ അങ്ങനെയൊക്കെ അങ്ങനെയാണോ ചെയ്യാറില്ലേ? അല്ല, ഇതാണ് മെമ്മറി യൂസേജ് മാത്രമേ ഈ കേസിൽ നോക്കണുള്ളൂ. CPU യൂസേജ് അങ്ങനെ നോക്കണില്ല. അല്ല സാറേ, ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഇപ്പൊ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബെഞ്ച് മാർക്ക് ഒരു സ്റ്റാൻഡേർഡ് പ്രൊജക്ടിന്റെ ഭാഗമായിരിക്കില്ല. അപ്പൊ നമ്മള് എങ്ങനെയാണ് ഇപ്പൊ ആ ലോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ടൂൾസ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ജാവയിൽ സ്പെസിഫിക്കലി ഇപ്പോ വിഷ്വൽ VM അങ്ങനത്തെ ടൂൾസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഒബ്സർവ് ചെയ്യണേ. പക്ഷെ ഈ ഒബ്സർവേഷനേക്കാളും ഈ ലോഡ് ക്രിയേഷൻ ആണ് അവിടുത്തെ മെയിൻ പരിപാടി. മറ്റേത് ട്രിവിയൽ ആക്ടിവിറ്റിയാ. ലോഡ് ക്രിയേഷന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ എക്സ്റ്റേണൽ ഇപ്പൊ ലോഡ് ടെസ്റ്റിംഗ് ടൂൾസ് ഒക്കെ പോലത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാന്നുള്ള ഇതാണ്. അതായത് ഇപ്പൊ ഗോയിന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ ഒരു CLI ടൂൾ ഉണ്ടായിരുന്നു, ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. അത് വെച്ചിട്ട് ലോഡ് ക്രിയേറ്റ് ചെയ്ത് ഗ്രാഫ് ഒബ്സർവേബിലാണ് ചെയ്തിരുന്നത്. ഈ ലോഡ് ക്രിയേറ്റ് അത് വെബ് റിക്വസ്റ്റ് അയക്കണോ അതെയോ അത് മറ്റേ ഇപ്പൊ വെബ് സെർവറിന്റെ കേസിലാണെങ്കിൽ വെബ് റിക്വസ്റ്റ് അയക്കുന്നതാണ് ഒബ്വിയസ്ലി. മറ്റേ കേസിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ സിമുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. അതായത് ഈ ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ ബെഞ്ച് മാർക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള ടൂളിംഗ് മൈക്രോസോഫ്റ്റ് തരുന്നുണ്ടോ? ഇപ്പൊ ജാവയുടെ കേസിലാണെങ്കിൽ മൈക്രോ ഹാർനസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളുണ്ട്. അപ്പൊ നമുക്ക് അവിടെ അങ്ങനെ ചെയ്യാം. അതായത് ഇപ്പൊ വെബ് സെർവറിന്റെ കേസിൽ എക്സ്റ്റേണലി അയക്കാണ്ട് അകത്ത് തന്നെ സിമുലേറ്റ് ചെയ്യാം. ഇപ്പൊ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഓൾറെഡി അറിയാം ലീക്ക് ഉണ്ടെന്ന്, എന്നിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ത്രഷോൾഡിന്റെ അകത്താണോ എന്ന് നോക്കണം മെമ്മറി അലോക്കേഷൻ. അങ്ങനത്തെ കേസിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഉപയോഗിക്കണ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അത് ടെസ്റ്റിങ്ങിന്റെ ലോഡ് ടെസ്റ്റിന്റെ ഭാഗമായിട്ടല്ലേ വരുള്ളൂ. അത് ഇതിൽ വരില്ലല്ലോ. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ OSൽ നിന്ന് കമ്മിറ്റ് ചെയ്യുന്ന മെമ്മറി ഇല്ലേ, പ്രോസസ് .NETല് അത് തിരിച്ച് റിലീസ് ചെയ്യോ അതോ അത് ഹോൾഡ് ഓൺ ചെയ്യോ? മാനേജ്ഡ് കോഡിൽ ഒരു പരിധി വരെ അതിൻ്റെ എന്തോ പ്രഡിക്ഷൻ സംഭവങ്ങളൊക്കെ നടക്കും. ഒരു പരിധി വരെ ഹോൾഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യും. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു 100 MB യൂസ് ചെയ്യണ ആപ്ലിക്കേഷനാണെന്ന് ചോദിച്ചോ, അത് നമ്മൾ 150 MB ഏതെങ്കിലും ഒരു പോയിന്റിൽ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 150 MB ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യും, റിലീസ് ചെയ്യില്ല. പക്ഷേ ഒരു 500 MB ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായാലും റിലീസ് ചെയ്യും. അത് എന്തോ ഒരു 500 MB ആകുമ്പോൾ കൂടുതൽ കമ്മിറ്റ് അല്ലേ ചെയ്യണേ? 500 MB 100 വന്നാലേ ഓക്കെ, 500 MB 100 വരും. 100 അല്ല 150 വരും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ മെമ്മറി ലീക്ക് ആണോ ഇല്ലേന്നുള്ളത് അപ്പൊ എങ്ങനെ, ഏത് പോയിന്റിലാണ്, എങ്ങനെ നിങ്ങൾ ജഡ്ജ് ചെയ്യണേ? അതായത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു ലീക്ക് ഉള്ളൊരു സെറ്റ് കോഡ് റൺ ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പൊ അത് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 10 MB മെമ്മറി അലോക്കേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത് റൺ ചെയ്യുമ്പോൾ 20 MB അലോക്കേറ്റ് ചെയ്തു. എന്നിട്ട് ചിലപ്പോൾ ബാക്കി പ്രോഗ്രാമിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു 5 MB റിലീസായി പോയിട്ടുണ്ടാവും. പക്ഷേ ആ റൺ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ സാധനം റൺ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ അലോക്കേഷൻ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റേബിൾ ലെവലിൽ എത്തില്ലല്ലോ ഒരിക്കലും. അതെ, പക്ഷെ ഇത് വെർച്വൽ മെമ്മറിയിലോട്ട് സ്വാപ്പ് ചെയ്യണ കാര്യമല്ലല്ലോ പറയണത്, മറ്റേ ത്രാഷ് ചെയ്യണ കാര്യമല്ലേ പറയണേ? ത്രാഷ് ചെയ്യണതാണ് സാറേ ഉദ്ദേശം. അതായത് നമുക്ക് മോണിറ്റർ ചെയ്യുമ്പോൾ OSൽ നിന്ന് നമുക്ക് നമ്മൾ കമ്മിറ്റ് ചെയ്തേക്കുന്ന ഇതല്ലേ കിട്ടുള്ളൂ. അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന മെമ്മറിയുടെ ഇതാണ് ഗ്രാഫാ കാണാം നമ്മള്. അത് ചിലപ്പോ റീ റിലീസ് ചെയ്യൂല.
ഞാൻ പറയണത് ഇപ്പം നമ്മുടെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അത് 10 MB ആണ് അലോക്കേറ്റ് ചെയ്യുള്ളൂ, നമുക്കറിയാമെന്ന് ചോദിച്ചോ. 10 MB ഗ്യാരണ്ടി ആയിട്ട് അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവർ അതായത് ഇപ്പോൾ എന്താ പറയുക, C# അലോക്കേറ്റ് ചെയ്യണത് 15 MB അലോക്കേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. 5 MB ഒരു ബഫർ പോലെ ഇട്ടിട്ട് അലോക്കേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഓക്കെ, 5 MB അലോക്കേറ്റ് ചെയ്ത് 5 MB അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇറ്ററേഷനിൽ അത് വർക്ക് ചെയ്ത്, രണ്ടാമത്തെ ഇറ്ററേഷനിൽ ചിലപ്പോൾ അത് ഒരു 20 MB വരെ പോയി എന്ന് വിചാരിക്കാം മെമ്മറി. 20 MB പോയി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഇറ്ററേഷനിൽ 30 MB ആയി, അടുത്ത ഇറ്ററേഷനിൽ 40 MB ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അതായത് 10 MB പോകാൻ പാടുള്ളൂ, അത് കയറി പോകണം, അങ്ങനെ പോകാൻ പാടില്ല. പക്ഷേ അതൊരു എംപിരിക്കൽ ആക്ടിവിറ്റി ആണ്, നമ്മൾ ബേസ് ലൈൻ ചെയ്യണം. അതെ അതെ, അത് മൾട്ടിപ്പിൾ ടൈംസ് ഓടിച്ച് ബേസ് ലൈൻ ചെയ്യണം. മൾട്ടിപ്പിൾ ടൈംസ് ഇപ്പം ലീക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഓബ്വിയസ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെ. അത് 2-3 തവണ ഓടിച്ചിട്ട് നമ്മൾ ബേസ് ലൈൻ ചെയ്യണമല്ലോ, അല്ലേ? അതായത് എപ്പോഴാണ് ഗ്രോ ആവേണ്ടതാവണേ. അത് നമുക്ക് എന്തോരം യൂസേജ് വന്നിട്ടുണ്ടെന്ന് അറിയാമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഈ ഐട്രേഷൻ അനുസരിച്ചിട്ട്, അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക 50 തവണ 100 തവണ ഓടിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പോണേന്ന് ഒറ്റയടിക്ക് അറിയാമല്ലോ. 50 തവണ 100 തവണ ഓടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പോണെന്ന് നമുക്ക് ഒറ്റയടിക്ക് അറിയാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അതായത് ഈ ഗ്രോത്ത് നാച്ചുറൽ ഗ്രോത്ത് ആണോ അതോ ലീക്കിന്റെ ഗ്രോത്ത് ആണോ എന്നുള്ളതില്ലേ, അത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് നമുക്കൊരു വരില്ലല്ലോ. അതായത് ഒരു അറേ സോർട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് വിളിക്കുന്നതെന്ന് വിചാരിക്കാം. മെത്തേഡ് നാച്ചുറൽ ഗ്രോത്ത്, അതാ പറഞ്ഞേ, നാച്ചുറൽ ഗ്രോത്ത് ഫംഗ്ഷൻ ഓഫ് ലോഡ് ആണ്. അഗ്രി ചെയ്തു. അപ്പൊ അത് അപ്പൊ ലോഡും അത് തമ്മിലുള്ള കോറിലേഷൻ ഇല്ല, അത് നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ഓടിച്ച് ഒന്ന് കണക്കാക്കണം. കണ്ടിട്ട് ഹ്യൂറിസ്റ്റിക്സ് വെച്ചിട്ട് റീറൈറ്റ് ചെയ്യണം കോഡ്, അല്ലേ? അല്ല അവിടെ വെച്ചൊരു ജഡ്ജ്മെന്റ് നമ്മൾ, അതായത് ഇതാണ് ഇവിടം വരെയാണ് ഗ്രോത്ത്, അതായത് ഇന്ന ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ്. അപ്പൊ അത് എന്നിട്ട് ആ ലോഡ് ഫിക്സ് ചെയ്തിട്ട് അത് ഓവർ ടൈം നോക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ആ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിലീസ് ആവണ്ടോ എന്നുള്ളതാണ്. ഒരു ഇതുണ്ട്, ഒരു പൊട്ടൻഷ്യൽ മെമ്മറി ലീക്ക് എന്നൊന്നും പറഞ്ഞിട്ട് സജഷൻ ഒന്നും തരാൻ പറ്റൂലേ ഐഡിക്ക്? അങ്ങനെ പറ്റില്ല അല്ലേ? ഇല്ല, അല്ല അങ്ങനെ ചേർന്ന ടൂൾസ് ഉണ്ടായിരുന്നു, ബൗൺസ് ചെക്കർ എന്നൊക്കെ പറഞ്ഞ് ന്യൂമേഗയുടെ ഒക്കെ, മനസ്സിലായില്ലേ? സോഫ്റ്റ് ഐസ് എന്നൊക്കെ പറഞ്ഞ C++ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ടൂൾസ് നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കണത് എന്താ വെച്ചാൽ, ഇപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് ഞാനിപ്പോ കുറെ ശരത്ത് ഇപ്പൊ നേറ്റീവ് മെമ്മറി എന്തായാലും മാനേജ് മെമ്മറി എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല. അതൊരു സിസ്റ്റം പ്രോപ്പർട്ടിയാണ്, അല്ലേ? അപ്പൊ നേറ്റീവ് മെമ്മറി അക്യൂമുലേറ്റ് ചെയ്യുന്ന കോഡ് ആക്സസ് പാറ്റേൺസ് അൺമാനേജ്ഡ് കോഡിൽ നിന്ന് വരാം. ഇപ്പൊ ഹാൻഡിൽസ് റിലീസ് ചെയ്തില്ല, അല്ലെങ്കിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് ക്ലോസ്ലി ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ ഈ പ്രോബ്ലം വരും. അപ്പോ ആ പ്രോബ്ലത്തിനെ കുറിച്ചാണ് സംസാരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അതൊരു എന്താ പറയാ, അത് ലാംഗ്വേജിന്റെ ഒബ്ജക്ട് ലൈഫ് ടൈം ആയിട്ട് നമ്മൾ ടാഗ് ചെയ്തിട്ട് അതിന്റെ സെമാന്റിക് കൺസ്ട്രക്ട്സ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ ട്രൈബ്സ് ആൻഡ് സോഴ്സസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അത് ട്രിവിയൽ ആയിരിക്കും ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അത് ഇവൻ ഐഡിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തിട്ട്. പിന്നെ വേറെ ഏതാണ് മറ്റേ നേറ്റീവ് മെമ്മറി അല്ലെങ്കിൽ ഇങ്ങനെ അക്യുമുലേറ്റഡ് ലാല് പറഞ്ഞ കേസിൽ ഇങ്ങനെ ഓരോ തവണ വരുമ്പോ ഈ അൺഇന്റന്റഡ് ബിഹേവിയർ ആയിരിക്കും. അതെ, പ്രോഗ്രാമർ മിസ്റ്റേക്ക് ആണ് അത്. ഓക്കെ, അതായത് ഈവൻ ലോജിക്കൽ എറർ ക്യാൻ ട്രിഗർ സച്ച് എ സിറ്റുവേഷൻ, അല്ലേ? വരാലോ. അല്ല, അപ്പൊ ഇതൊക്കെ ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇതൊരു ഇഷ്യൂ വരുമ്പോഴാണോ ഫിക്സ് ചെയ്യേണ്ടത്? ഇതിപ്പോ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ ഈ മെമ്മറി ലീക്കും മറ്റേത് എവിടെയാ ടിപ്പിക്കലി കൊണ്ടുവരാറ്? ശരത് ലാല്, ഒരു ഡെവലപ്മെന്റ് ലീഡ് എന്നുള്ള നിലയിൽ ഒരു മെന്ററിംഗ് മോഡലിൽ നമ്മൾ പറയണമല്ലോ. എനിക്കൊന്നും അവിടെ നിന്ന് എനിക്കറിയില്ല ആ ഒരു ഷിഫ്റ്റ് ലെഫ്റ്റും അതൊക്കെ ആൾക്കാർ പറയും. പക്ഷെ എങ്കിലും ഇത് നമ്മൾ ഫങ്ഷണൽ ഫീച്ചേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുക, കോഡ് എഴുതിക്കൊണ്ടിരിക്കുക, നമുക്ക് ഡെഡ് ലൈൻ ഉണ്ട്. അപ്പൊ നമ്മള് ട്രൈ ടു സേവ് ഫേസ് ആയിരിക്കില്ലേ, പിന്നെ അല്ലേ ട്രൈ ടു സേവ് സ്പേസ്, പിന്നെ ട്രൈ ടു സേവ് ടൈം തന്നെ ഫേസ് ചെയ്യണ സമയത്ത്. അപ്പൊ അതെവിടെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ടെസ്റ്റിംഗ് സ്റ്റേജിൽ നിന്ന് ഒരു എസ്കലേഷൻ മോഡൽ വന്ന് കറക്റ്റ് ചെയ്യേണ്ടതാണോ, അതായത് ഡെവലപ്മെന്റ് ടൈമിൽ തന്നെ ചെക്ക് ചെയ്യേണ്ടതാണോ?
അല്ലേ? എൻ്റെ എക്സ്പീരിയൻസ് ടെസ്റ്റിംഗ് എന്നാണ് വന്നത്. ഡെവലപ്മെൻറ്റ് മോഡിൽ കുറച്ച്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള കോഡ് സ്റ്റാറ്റിക് അനാലിസിസ് വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അല്ലാണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ റിലേ ചെയ്യുന്ന ലൈബ്രറിയുടെ ബഗ് ആയിക്കൂടെ? റിലേ ചെയ്യുന്ന ലൈബ്രറിയുടെ ബഗ് ആവാം, പക്ഷേ അത് ഏത് ലൈബ്രറി ഉപയോഗിക്കുന്നുള്ള ചോദ്യം വരില്ല. ഇപ്പൊ അല്ല അപ്പൊ ആ ലൈബ്രറിയിൽ ഏതാണ് ഇപ്പൊ കൺഫൗണ്ടിങ് ഇഷ്യൂ അല്ല 3-4 ലൈബ്രറി ഒക്കെ ഉപയോഗിക്കണ്ടെങ്കിൽ കോണ്ടെക്സ്റ്റ് മാറിയോ? ഇല്ല അത് തന്നെ. അല്ല ഇപ്പൊ ഇവിടെ എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാമർ മിസ്റ്റേക്ക്, ഇനി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ലൈബ്രറിയുടെ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ മറ്റേ യൂസേജ് പാറ്റേൺസിൽ വരുന്ന അനോമലി, ഇതൊക്കെയാണല്ലോ മറ്റേ സൈഡ് എഫക്റ്റ് ആയിട്ടാണല്ലോ നേറ്റീവ്. ഇപ്പൊ മാനേജ് മെമ്മറിയുടെ ഗ്രോത്ത് എന്തായാലും മറ്റേ ഡീബഗിങ് മോഡിന് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. വിഷ്വൽ സ്റ്റുഡിയോയിൽ ടൂൾസ് ഉണ്ട്, ആണോ? അല്ലേ, ഉണ്ടെന്നാണ് എന്റെ അസംഷൻ. മാനേജ് മെമ്മറി കിട്ടും. ഇപ്പോ ഈ സിസ്റ്റം റിസോഴ്സസ്, സിസ്റ്റം മെമ്മറി, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അത് ട്രിഗർ ചെയ്യാം. അല്ല, അതിന്റെ ബ്ലോട്ട് ട്രിഗർ ചെയ്യാം നിങ്ങളുടെ കോഡ്. ചെറുത് അതായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായി. അത് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് കറക്റ്റ് ആ സെമാൻറ്റിക്സിലോട്ട് മാപ്പ് ചെയ്യണം. നിങ്ങൾ പറഞ്ഞ ഇപ്പൊ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഞാനും എൻ്റെ എനിക്ക് ഡാറ്റ പോയിന്റ്സ് ഇല്ല. എംപിരിക്കൽ ലെവലില് ഇപ്പൊ ന്യൂമേഗ അങ്ങനത്തെ ആ കാലഘട്ടത്തിൽ നമ്മള് ഓൾഡ് സ്കൂൾ ടെക്നിക്സ് അല്ലാണ്ട് ഇപ്പൊ ന്യൂ ഏജ് ടെക്നിക്സ് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അല്ല സാർ, ഈ ജനറൽ അപ്രോച്ച് ഇത് പറഞ്ഞാണ് സാർ. അതായത് ഇപ്പോ ഈ ബെഞ്ച് മാർക്ക് എഴുതാന്നുള്ളത് ഇപ്പോൾ അതൊരു പ്രൊജക്ടിന്റെ ഭാഗമാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രിവിലേജ് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് എക്സ്റ്റേണലി ഇപ്പൊ വെബ് സർവീസസിന്റെ മെജോറിറ്റി നമ്മുടെ ഡെലിവറബിൾസ് ആയതുകൊണ്ട് എക്സ്റ്റേണലി ലോഡ് സപ്ലൈ ചെയ്യാം, അത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോമൺ സ്ട്രാറ്റജി. മെമ്മറി ഗ്രോത്തും ഇതൊക്കെ അതല്ല. അപ്പൊ ലാലിപ്പോ ഈ റിഫ്ലക്ടർ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ അതൊക്കെ എന്തിനാ ഉപയോഗിക്കണേ? എന്താണ് അതിന്റെ ടൂളൊക്കെ ഉണ്ടല്ലോ. അറിയില്ല കേട്ടോ, നോക്കണം. വലിയ പിടിയില്ല. അപ്പൊ അടുത്ത ചോദ്യം വരട്ടെ. ഞാൻ തന്നെ ചോദിക്കാം. ഇത് പക്ഷെ ഞാൻ ഉപയോഗിച്ചതാട്ടോ, എനിക്ക് എന്റെ ഓർമ്മയിലുള്ള ഇതാണ്. സിസ്റ്റം ഡോട്ട് ഡെലിഗേറ്റും സിസ്റ്റം ഡോട്ട് മൾട്ടി ക്ലാസ് ഡെലിഗേറ്റ് എന്ന് പറഞ്ഞിട്ട് 2 സംഭവം ഉണ്ട്. അതിൽ നിന്നാണ് ഡെലിഗേറ്റ് എന്നുള്ള കീവേഡ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് തോന്നുന്നു C#. അതെ, അതെന്താണത്? ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ടിപ്പിക്കലി ഡെലിഗേറ്റ് ഉപയോഗിക്കുന്നത് ഇവന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡെലിഗേറ്റ് ശരിക്കും കൊണ്ടുവന്നത്. ഞാൻ ഡെലിഗേറ്റിനെ ഒരു ലാംഡ ഫംഗ്ഷൻ ആയിട്ടാണ് കേട്ടോ കണ്ടേക്കണം. അല്ല, അത് നിങ്ങൾക്ക് അതിലോട്ട് വരാം. അല്ല, അത് വന്നേക്ക് മുമ്പ് വേറെ കാര്യമുണ്ട്. അപ്പൊ ഡെലിഗേറ്റിന്റെ ഒറിജിനൽ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റ് ഹാൻഡ്ലിംഗ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു കൺട്രോൾ ഉണ്ടെന്ന് വെച്ചോ, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഐദർ നിങ്ങൾക്ക് ഒരു ഹാൻഡ്ലർ മതിയായിരിക്കും, നിങ്ങൾ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ലിസൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ അല്ല, ബട്ടൺ ഡോട്ട് ക്ലിക്ക് പ്ലസ് ഈക്വൽ ടു ഇട്ടിട്ട് ഒരു ഡെലിഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇതിനു മുമ്പ് ആരും കൊടുത്തിട്ടില്ലെങ്കിൽ, ഈ ക്ലിക്കിന് വേറെ ആൾക്കാർ ആരും കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഇവന്റ് അവിടെ അറ്റാച്ച് ചെയ്യും, അല്ലെങ്കിൽ മൾട്ടികാസ്റ്റ് ഡെലിഗേറ്റ് ആക്കി മാറ്റും അതിനെ. യൂണികാസ്റ്റ് ഡെലിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടാർഗറ്റ് ഉണ്ടാവുള്ളൂ. ഒരു കൺട്രോളിന് മൾട്ടിപ്പിൾ ടാർഗറ്റ് വേണമെങ്കിൽ മൾട്ടി ക്ലാസ് ഡെലിഗേറ്റ് ആയിട്ട് അതിനെ മാപ്പ് ചെയ്യും. അനോണിമസ് ഡെലിഗേറ്റ് ആണ് പിൽക്കാലത്ത് ലാംഡ ആയത്. അനോണിമസ് ഡെലിഗേറ്റ് C#2 വന്നേ. അനോണിമസ് ഡെലിഗേറ്റ് ക്ലാസിന്റെ പുറത്ത് എഴുതാൻ പറ്റുന്ന പേരില്ല. നിങ്ങൾ സിഗ്നേച്ചർ മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ അത് ഇപ്പൊ ഡെലിഗേറ്റ് ഇപ്പൊ നമ്മള് അതൊരു ഷോർട്ട് ആൻഡ് സിന്റാക്സ് ആണോ ഡെലിഗേറ്റിന്റെ? അതൊരു ഷോർട്ട് ആൻഡ് സിന്റാക്സ് ആണോ ഡെലിഗേറ്റിന്റെ? അതെ, ഡെലിഗേറ്റ് ഇവന്റിന്റെ കോണ്ടെക്സ്റ്റിൽ പ്ലസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു വിളിച്ചു കഴിഞ്ഞാൽ യൂണികാസ്റ്റ് ഡെലിഗേറ്റ് ആയിരിക്കും. മറ്റേ പ്ലസ് ഈക്വൽ ടു വിളിച്ചു കഴിഞ്ഞാൽ അത് മൾട്ടികാസ്റ്റ് ഡെലിഗേറ്റ് ആയിരിക്കും ആയിട്ട് മാറ്റും. അപ്പൊ പിന്നെ അവിടെ
ഈ ഡെലിഗേറ്റിന്റെ അല്ലേ, പിന്നെ ഒബ്ജക്റ്റീവില് സെലക്ടർ എന്ന് പറഞ്ഞ സാധനമല്ലേ, ആ. അതും വേണമെങ്കിൽ ഒരു തരം ഡെലിഗേറ്റ് അല്ലേ, മനസ്സിലായില്ലേ? ആ. ആ സെലക്ടറിന് തത്തുല്യമായിട്ട് ജാവയില് മെത്തേഡ് ഹാൻഡിൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഓക്കെ. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു കോൾ ബാക്ക് മെക്കാനിസം ആണ്. ഇന്റർഫേസ് വഴിയും അപ്പൊ നമുക്ക് ഇന്റർഫേസ് വഴി കോൾ ബാക്ക് ചെയ്യാം, ഡെലിഗേറ്റ് ഉപയോഗിക്കാം. ജാവയിലാണെങ്കിൽ അനോണിമസ് ഡെലിഗേറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മറ്റേ ഇതുണ്ട്, ഈ മെത്തേഡ് ഹാൻഡിൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്, സെലക്ടർ അവിടെ ജാവയില്. ഇപ്പൊ ഡോട്ട് നെറ്റില് മെത്തേഡ് ഹാൻഡിലിന് അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല അല്ലെ, ഡെലിഗേറ്റും പറഞ്ഞു. അല്ല, അപ്പൊ മെത്തേഡ് ഹാൻഡിൽ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ലാംഡ ഉപയോഗിക്കാം. ഓക്കെ. ഒബ്ജക്റ്റീവ് ഇത് ഡൈനാമിക് ഡിസ്പാച്ചിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ആ സെലക്ടർ വരുന്നത്. അതെ അതെ, അതായത് അല്ല അത് അവര് കോമിലൊക്കെ ഡിസ്പാച്ച് ഐ ഡി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് പോയിന്റ് മറ്റേ നിങ്ങളുടെ മെത്തേഡിന് ഒരു ടേബിളിൽ ഒരു ഇൻഡെക്സ് ആണ് അത്, ആ സെലക്ടർ. അപ്പൊ അതിലോട്ടിട്ട് വയർ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് അത് വർക്ക് ചെയ്യണേ. അതാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഇത് എനിക്ക് ഒന്നുകൂടെ വായിച്ചോളാം. മറ്റേ സ്റ്റാറ്റിക് ഡിസ്പാച്ച് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ ഈ വി ടേബിൾ വെച്ചിട്ടല്ല ചെയ്യുന്നത്, ഡയറക്റ്റ് നമുക്കറിയാം എവിടെയായിരിക്കും കോഡ് എക്സിക്യൂഷൻ നടക്കേണ്ടതെന്ന്. അല്ല, അതിപ്പോ ഞാൻ പറയട്ടെ നിങ്ങൾക്ക്, അല്ല അതിപ്പോ പല ഡൈനാമിക് ഡെസ്പാച്ചും ഉണ്ടല്ലോ. സ്മാർട്ട് ഡെസ്പാച്ച് എന്ന് പറഞ്ഞ സാധനമുണ്ട്, വെർച്വൽ ഫംഗ്ഷൻ കോൾ ഇല്ലാതെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫുൾ വിസിബിലിറ്റി ഉണ്ടെങ്കിൽ. അത് ഈവൻ C++ അവർ ചെയ്യുമായിരുന്നു. അല്ല അപ്പൊ ഓക്കെ, വേറെ അടുത്ത ചോദ്യം ഉണ്ടോ ശ്രീധ? ഇല്ല, എനിക്കിപ്പോ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അടുത്തത് ഇത് മുമ്പ് പറഞ്ഞു കേട്ടോ. അതായത് യൂസിങ് ഡയറക്റ്റീവും യൂസിങ് സ്റ്റേറ്റ്മെന്റും തമ്മിൽ എന്താണ് വ്യത്യാസം? യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഒരു സ്കോപ്പും റിസോഴ്സ് ഇതായിട്ട് വന്ന. യൂസിങ് ഡയറക്റ്റീവ് ഒരു പാക്കേജ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധനമാണ് C#. പിന്നുള്ളത് ലോക്കും സെമാഫോറും തമ്മിൽ എന്താണ് വ്യത്യാസം? ഏത് കേസിൽ ഏത് എടുക്കും? സെമാഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ടക്സ് എന്ന് പറഞ്ഞൊരു കൺകറൻസി പ്രിമിറ്റീവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സെമാഫോർ എന്ന് പറഞ്ഞ സാധനം മ്യൂട്ടക്സ് തന്നെയാണ്, പക്ഷെ ലോക്കിന്റെ കൗണ്ട് പ്ലൂറൽ ആയിരിക്കും. അതായത് സെമാഫോർ ചിലപ്പോൾ 5 ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ബ്ലോക്കിൽ കയറാൻ പറ്റുമായിരിക്കും. ലോക്കാകുമ്പോൾ എക്സ്ക്ലൂസീവ് ആണ്. അപ്പോ സെമാഫോർ വെച്ച് ലോക്ക് സിമുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങളുടെ സെമാഫോറിന്റെ കൗണ്ട് 1 ആക്കിയാൽ മതി. ഇതാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഏത് ചിലതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇപ്പൊ കണക്ഷൻ പൂളിങ്, ഇപ്പൊ 5 കണക്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് 5 പേർക്ക് ഒരേ സമയം നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡിൽ കയറാം. എന്ന സ്ഥാനത്ത് ഒരു ഷെയർഡ് വേരിയബിൾ ആവണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൗണ്ട് 1 ആണെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം, അവിടെ ലോക്ക് ഉപയോഗിക്കും. ആണോ? അതെ. മ്യൂട്ടക്സ് വേറെ ഉണ്ട് കേട്ടോ. C# ലോക്കിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷന്റെ ലെവലിലാണ്. മ്യൂട്ടക്സ് പുറത്തേക്ക് കിട്ടും, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ. അതായത് പ്രോസസ്സിന്റെ അക്രോസ് ദ പ്രോസസ്. അത് വിൻഡോസിൽ അങ്ങനെയാണ്. അപ്പൊ റീ എൻട്രന്റ് ലോക്ക് ഉണ്ടോ C#? റീ എൻട്രിങ് ലോക്ക് ഇല്ല എന്നാണ്. ചേർത്ത് ഈ ലോക്കും റീ എൻട്രന്റ് ലോക്കും തമ്മിൽ എന്താ എക്സാക്ട് വ്യത്യാസം? റീ എൻട്രന്റ് ലോക്ക് ആണ് ഡിഫോൾട്ട് ഇംപ്ലിമെന്റേഷൻ ഒക്കെ ജാവയിലുള്ളത്. എക്സാക്ട് വ്യത്യാസം എന്ന് ചോദിക്കുവാണെങ്കിൽ സെയിം ത്രെഡിന് മൾട്ടിപ്പിൾ എൻട്രി അലൗഡ് ആണെന്ന് തോന്നുന്നുണ്ട്. റിക്കർസീവ്ലി കോൾ ചെയ്യാന്ന്. അതായത് അല്ലെങ്കിൽ പിന്നെ ആ സെയിം ബ്ലോക്കിലോട്ട് റീ എൻട്രി ചെയ്യാൻ പറ്റില്ല ലോക്ക്ഡ് ആണെങ്കിൽ. മനസ്സിലായി. അതായത് അപ്പൊ ഓരോന്നും പുതിയ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? നെസ്റ്റഡ് ലോക്ക്. അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. മറ്റേ സാധനം ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അതിപ്പോ C++ ചെയ്ത് നോക്കേണ്ടി വരും സാധാ ലോക്ക്. അപ്പൊ എത്ര ഡെപ്തിൽ പോകുന്നു അത്രയും തന്നെ നമ്മള് പുറത്തേക്കും വരണ്ടേ? ലോക്ക് അൺലോക്ക് ചെയ്യണ്ടേ? അതെ 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 വേണം. അപ്പൊ ലാലപ്പ ലോക്ക് സെമാഫോർ മ്യൂട്ടക്സ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ വേറെന്താ ഉള്ളേ? ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞ വല്ല സാധനം ഉണ്ടോ? ക്രിട്ടിക്കൽ സെക്ഷൻ ഇല്ല. മറ്റേ ഇതുണ്ട്, എന്താ പറയാ,
അയ്യോ അതിന് പേരുണ്ടായല്ലോ, അൺസേഫ് ഉണ്ട്. അല്ല അൺസേഫ് പക്ഷെ അതിനു വേണ്ടിയുള്ളതല്ലോ. അതായത് നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ഏതെങ്കിലും നേറ്റീവ് കോഡ് വിളിക്കണം, ഇനി അല്ലെങ്കിൽ നേറ്റീവ് പോയിന്റർ വിളിക്കാം. അതായത് ഇപ്പൊ C# അറേ വേണമെങ്കിൽ നമുക്ക് C++ നമുക്ക് ആക്സസ് ചെയ്യാം. സി സിൻഡെക്സ് അവൈലബിൾ ആണ്. അപ്പൊ അവിടെ വരുമ്പോൾ അൺസേഫ് ബ്ലോക്ക് അത് വിഷ്വൽ സ്റ്റുഡിയോയിൽ എന്താ നമ്മള് സിസ്റ്റം കമ്പൈലർ ലെവലിൽ സെറ്റ് ചെയ്തില്ലെങ്കിൽ അത് സമ്മതിക്കില്ല അൺസേഫ് ചെയ്യാൻ. അതെ അതെ. വേറെ കൺകറൻസി പ്രിമിറ്റീവ്സ് ഒക്കെ ഉണ്ടോ? ബാരിയേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടാവണം. ഏതൊക്കെയാണുള്ളത്? അതാണ് എനിക്ക് തോന്നണേ. ഇന്റർലോക്ക് ഉണ്ട്, ഇന്റർലോക്ക് എന്നാണ് തോന്നണം അത്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽ നോക്കണം, ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ കൗണ്ട് ഡൗൺ ലാച്ച് മറ്റേ അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതൊക്കെ സിമുലേറ്റ് ചെയ്യാൻ പറ്റും. സ്പിൻ ലൂപ്പ് ഒക്കെ സ്റ്റാൻഡേർഡ് ലൈബ്രറി ആയിട്ടില്ല. അല്ല, എന്താണ് കോർഡിനേറ്റഡ് കൺകറൻസി CCR ഡാറ്റ സ്ട്രക്ചർ എന്നോ എന്താ വിളിക്കണേ ഈ ലാച്ച് അതിനൊക്കെ. പിന്നെ അടുത്തത് അനോണിമസ് ടൈപ്സ് കേട്ടിട്ടുണ്ടോ? നമ്മൾ കൺകറൻസിന്ന് ഡിവേറ്റ് ചെയ്യല്ലേ. ഒരു സെക്കൻഡ് ഒന്ന് പാർക്ക് ചെയ്യേ. ശ്രീത ഒരു സെക്കൻഡ്. അതായത് മെമ്മറി മോഡല് ഏതിന്റെയാണ് ഇതിലുള്ളത്? C#ന്റെ മെമ്മറി മോഡൽ ഉണ്ടെന്നാണ്. അത് C++ന്റെ ഇത് തന്നെയാണ് അതോ? അല്ല, അതാവാനാ ചാൻസ്. കാരണം C++ മെമ്മറി മോഡൽ ഉണ്ടായത് മൈക്രോസോഫ്റ്റിലായിരിക്കും ചിലപ്പോ. മനസ്സിലായോ? ഹെർബ് ഷൂട്ടറൊക്കെ ഒരു ഷെയ്ഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഈ മറ്റേ കണ്ടീഷൻ അതായത് ലോക്കിന്റെ ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ടാണ് കണ്ടീഷൻസും ഇതെല്ലാം തന്നെ C# കിടക്കുന്നത്. അതെ, അതാ മെമ്മറി മോഡൽ ഗ്യാരണ്ടി അങ്ങനെ വരുന്നുണ്ടായിരിക്കും അല്ലേ? അതെ, ആറ്റോമിക് അല്ലാണ്ട്. ഓക്കെ. എന്നാ നമുക്ക് അടുത്തതിലോട്ട് ശ്രീത പറയാം. അനോണിമസ് ടൈപ്പ് എന്തായിരുന്നു? പിന്നെ അത് നേരത്തെ പറഞ്ഞ ശരത്തായിട്ടൊന്ന് കോറിലേറ്റ് ചെയ്ത് ചോദിക്കാം. സ്ട്രക്ചറൽ ഇൻസ്റ്റാൻഷിയേഷനും ഇതും ഏകദേശം ഒന്നാണോ? കാരണം അങ്ങനെയല്ല. അനോണിമസ് ടൈപ്പ് അല്ല, ഐ ഗോട്ട് ദ പോയിന്റ്. ഈ ഒബ്ജക്ട് റിലേഷണൽ മാപ്പിംഗ് അല്ലെങ്കിൽ ഇപ്പൊ ഈവൻ ഹൈബർനേറ്റിന്റെ ഒക്കെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള പോജോസിലോട്ടേ നിങ്ങൾക്ക് ക്വയറിയുടെ റിസൾട്ട് പ്രൊജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ C# കോംപ്ലിക്കേറ്റഡ് ഡിക്ലറേഷൻസ് വന്നപ്പോ, ഇനി ലാംഡയും അങ്ങനെയൊക്കെ ഇത് വന്നു കഴിഞ്ഞപ്പോ അവര് ടൈപ്പ് ഇൻഫറൻസ് കൊണ്ടുവന്നെങ്കിലും ഈ ആർബിട്രറി ടൈപ്പ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവര് അനോണിമസ് ടൈപ്പ് അവർക്ക് സപ്പോർട്ട് ചെയ്തേ മതിയാവും. നേരത്തെ മൾട്ടിപ്പിൾ റിട്ടേൺസ് ഇൻഡെക്സ് കണ്ട മാതിരി ഒരു ന്യൂ ഇട്ടിട്ട് പേരിടാതെ ഒരു ബിഗിൻ ബ്രേസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫീൽഡുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആക്ച്വലി ഇന്റേർണലി ഒരു നെയിം അവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് സ്ട്രക്ചറൽ ടൈപ്പിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സാധനം കമ്പൈൽ ടൈമിൽ നിങ്ങൾക്ക് കിട്ടും അതിന്റെ ഡീറ്റെയിൽസ്. അതാണ് എന്റെ ആൻസർ. അല്ല എന്തെങ്കിലും ഇതുണ്ട്. ഇപ്പൊ അതിപ്പോ ഞാൻ പറയട്ടെ, C# ലാംഗ്വേജിന് 4 ഫീച്ചേഴ്സാ ഒരുമിച്ച് വന്നത്. ഒന്ന് ലാംഡ, അത് ഈ ലിങ്ക് ലാംഗ്വേജിന്റെ പ്രെഡിക്കേറ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. 2 എക്സ്റ്റൻഷൻ മെത്തേഡ്, അതായത് ഈ നെസ്റ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി, അതായത് ഡോട്ട് ഓപ്പറേറ്റർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്റ്റൻഷൻ മെത്തേഡ്. 3 മറ്റേ ടൈപ്പ് ഇൻഫറൻസ് വാർ. 4 അനോണിമസ് ടൈപ്പ്. ഈ 4 സാധനങ്ങൾ C#3 ആഡ് ചെയ്തിട്ടാണ് ലിങ്ക് അവർ ഇംപ്ലിമെന്റ് ചെയ്തത്. ഈ ഓപ്ഷണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പണ്ടേ ഉള്ളതാണോ? ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷണാലിറ്റി അല്ല. C# നൾ ക്വസ്റ്റ്യൻ മാർക്കേ ഉള്ളൂ. ഓപ്ഷൻ എന്നൊരു ടൈപ്പ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ പ്രോഗ്രാമിംഗിന്റെ ഓപ്ഷണൽ ആണെങ്കിൽ, അതായത് നൾ ഹാൻഡ്ലിങ്ങിന് വേണ്ടി. ഓക്കെ, അത് ശരിക്കും പറഞ്ഞ ഒരു ഡെവലപ്പർ ലെവലില് സേഫ്റ്റി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഫീച്ചർ മാത്രമാണ് അല്ലേ? അല്ലാണ്ട്
അതിൽ കൂടുതൽ അല്ല നിങ്ങക്ക് കമ്പോസ് ചെയ്ത് പോവാം. അല്ല ജിറ്റ വേറെ ആയിരിക്കും. പറ അതന്നെ അതുണ്ടാവുമായിരിക്കും. ഓപ്ഷണൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെത്തേഡ് ചെയിനിങ് പോസിബിൾ. മെത്തേഡ് ചെയിനിങ് അല്ല, ഫങ്ഷണൽ കോമ്പോസിഷൻ ത്രൂ ഡോട്ട് നോട്ടേഷൻ പോസിബിൾ അല്ല ഹൈജീനിക് ആയിട്ട്. നള്ളബിൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ, ജനറിക് ക്ലാസ് ഉണ്ട്. അത് അല്ല, അതുകൊണ്ടാണ് അവര് ഓപ്ഷണൽ സപ്പോർട്ട് ചെയ്യാത്തത്. 2 API പോകും ചെറുതെ. C# 2 കണ്ട ഒരു എന്താ പറയാ നൾ വാല്യൂ ടൈപ്പും ഒക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നള്ളബിൾ അത് ഓപ്ഷനാണ് ഉദ്ദേശിക്കുന്നത്. നൾ ഒബ്ജക്ട് പാറ്റേണിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ശരിക്കും. ഓപ്ഷണൽ നൾ ഒബ്ജക്ട് പാറ്റേൺ ഫങ്ഷണൽ മൈനർ ആണെന്നുള്ളൂ. അടുത്തത് കസ്റ്റം എക്സെപ്ഷൻ എവിടെയൊക്കെ എന്തിന് യൂസ് ചെയ്യും? അതായത് ഇപ്പോ .NET ഒരു ചെക്ക്ഡ് എക്സെപ്ഷൻ ഉള്ള ലാംഗ്വേജ് അല്ല. അപ്പൊ എക്സെപ്ഷൻ ആണ് അതിന്റെ ബേസ് ക്ലാസ്. അപ്പോ മെയിൻലി മിക്ക ലൈബ്രറീസും അതിന്റെ എക്സെപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പോ നമുക്ക് all exceptions are not errors. അപ്പൊ നിങ്ങൾക്ക് ഈ ഡീപ്ലി നെസ്റ്റഡ് ഫങ്ഷൻസിൽ എക്സെപ്ഷൻസ് ഒരു മെക്കാനിസം ആണ് ഇൻ ഓർഡർ ടു കൺവേ ദ സ്റ്റാറ്റസ്. ഇപ്പൊ നമ്മളൊരു ട്രീ ഡിസെൻഡ് ചെയ്യാണ്. അപ്പൊ ചൈൽഡ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. ചൈൽഡ് ഇല്ലാന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാക്ക് ഇങ്ങനെ അൺവൈൻഡ് ചെയ്യണേക്കാൾ ബെറ്റർ ഒരു കസ്റ്റം എക്സെപ്ഷൻ ത്രോ ചെയ്യണതാ. അപ്പൊ അതിനൊക്കെയാണ് ഉപയോഗിക്കാറ്. ഇതാണ് എന്റെ ആൻസർ. എന്താണ് എക്സ്പെക്ട് ചെയ്ത ആൻസർ? എന്താ എക്സെപ്ഷൻസ് ആർ നോട്ട് എറേഴ്സ് എന്നുള്ളതാണോ കീവേഡ്? അങ്ങനെയല്ല, പക്ഷേ അതെ ആ കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മ വാലിഡേഷൻ ഒക്കെ എക്സെപ്ഷൻ ത്രോ ചെയ്യും. അത് എക്സെപ്ഷൻ അല്ലല്ലോ ശരിക്കും, വാലിഡേഷൻ എററാണല്ലോ. അതെ അതെ. അപ്പൊ പിന്നത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തൊക്കെ രീതിയിൽ കോഡിംഗ് സ്റ്റാൻഡേർഡ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും ടീമിന്റെ? അതായത് ഒന്ന് കോഡ് കോർപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു മൈക്രോസോഫ്റ്റിന്. പിന്നെ സോണാർ ക്യൂബ്, പിന്നെ പ്ലഗിൻസ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അതായത് ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോ വേറെ ഏതെങ്കിലും, പിന്നെ റിവ്യൂ, കോഡ് റിവ്യൂ വഴി സ്റ്റാൻഡേർഡ് കംപ്ലയൻസ് എൻഷുർ ചെയ്യാം. പിന്നെ IDEസിലൊക്കെ സ്റ്റാൻഡേർഡ് ഇന്റൻറ് കോൺഫിഗറേഷൻസ് ഒക്കെ എൻഫോഴ്സ് ചെയ്തിട്ട് ചെയ്യാം. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. വേറെന്താ? ഇപ്പൊ ഈ വിഷ്വൽ സ്റ്റുഡിയോ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോയില ഒരു ഇപ്പൊ എന്താ പറയാ, അവൈറ്റ് ഇടാണ്ട് അസിൻക്രണസ് മെത്തേഡ് വിളിക്കാനുണ്ടെങ്കിൽ അവൈറ്റ് വേണമെന്ന് പറയുവാണെങ്കിൽ അതിനെങ്ങനെ ഇതാക്കും, എങ്ങനെ എൻഫോഴ്സ് ചെയ്യും? നോർമലി അത് കുഴപ്പമുണ്ടാവില്ല. കാരണം വെച്ചാൽ നോർമലി അവിടെ എക്സെപ്ഷൻ വരും. എക്സെപ്ഷൻ വരുന്ന ടൈപ്പ് വ്യത്യാസം ഉണ്ടാവുമല്ലോ, അപ്പം അത് പ്രശ്നം ഉണ്ടാവില്ല. കുറച്ചും കൂടി കറക്റ്റായിട്ട് ഉള്ളത് എന്താണ് അറിയില്ല. ഇപ്പം ഞാൻ ഉദ്ദേശിച്ച ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാണിംഗ് ആയിട്ട് കിടക്കുന്ന സാധനത്തിനെ നമുക്ക് എററായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അത് കമ്പൈലറിൽ IDEയിൽ സെറ്റപ്പ് ചെയ്യണം. ട്രീറ്റ് വാണിംഗ് ആസ് എററോ അല്ലെങ്കിൽ എറർ ലെവലിൽ സെറ്റ് ചെയ്യണം. ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ സ്പെസിഫിക് ആയിട്ട് വെച്ചതാണ്. വിഷ്വൽ സ്റ്റുഡിയോയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് ചെയ്യുക? റൂൾ സെറ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ? എന്താ ആഡ് ചെയ്യാൻ പറ്റുമെന്ന്? റൂൾ സെറ്റ്, അതായത് ഇപ്പൊ നമുക്ക് ലിൻഡറിലൊക്കെ, അതായത് ഓൾറെഡി ഈ സാധനങ്ങളൊക്കെ ഒരു കുറെ റൂൾസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അല്ല, അതിനാണ് പണ്ടേ സ്റ്റൈൽ കോപ്പ്, കോഡ് കോപ്പ് എന്ന് പറഞ്ഞിട്ട് മറ്റേ മൈക്രോസോഫ്റ്റിന് ടൂൾസ് ഉണ്ടായിരുന്നു. അതിപ്പോ മെർജ് ചെയ്തിട്ട് വിഷ്വൽ സ്റ്റുഡിയോന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ടൂളിന്റെ പേര് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, അല്ലെങ്കിൽ മെനു ഓപ്ഷൻ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇത് പറയാൻ പറ്റുമോ? എഡിറ്ററിന്റെ ഭാഗമായിട്ട് വന്നതാ. അപ്പൊ എഡിറ്റർ കോൺഫിഗറേഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് എഡിറ്റർ കോൺഫിഗറേഷൻ ഒരു ഫയലായിട്ട് ഇതിന്റെ കൂടെ കയറ്റി വിടാം. അപ്പോൾ എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആവും, ഏത് ടീം മുഴുവൻ.
ഒന്നുകൂടി പറഞ്ഞേ, ഞാൻ പെട്ടെന്ന് എന്റെ ഇത് പോയി. ഒന്നുകൂടി പറഞ്ഞേ. ഒരു എഡിറ്റർ കോൺഫിഗറേഷൻ ഉണ്ട് നമുക്ക്. ആ ഇതിൽ ഓക്കെ. സെറ്റിങ്സിൽ കോൺഫിഗറേഷൻ ഉണ്ട്, അത് ഈ എഡിറ്റർ കോൺഫിഗറേഷൻ വെച്ച് ഓവർറൈഡ് ചെയ്യും എഡിറ്റർ കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ എഡിറ്റർ കോൺഫിഗറേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കോഡിൻ്റെ കൂടെ പുഷ് ചെയ്ത് വിടും. അപ്പോൾ എല്ലാ ടീമിന് മുഴുവൻ ആപ്ലിക്കബിൾ ആയിട്ട് വരും. ഓ ഓക്കെ ഓക്കെ. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഇപ്പൊ വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് ചെയ്തു നോക്കാൻ പറ്റുമോ? അത് ഗ്ലോബൽ കോൺഫിഗറേഷൻ ഉണ്ടെന്ന് തോന്നണു. അത് പക്ഷേ നമുക്ക് പ്രൊജക്റ്റിനെ ബേസ് ചെയ്ത് വരുവാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിയുടെ സംഭവമാണെങ്കിൽ എൻ്റെ ലോക്കൽ സിസ്റ്റത്തിലെ കോൺഫിഗറേഷൻ അല്ലല്ലോ എടുക്കേണ്ടത്, ആ കമ്പനിയുടെ കോൺഫിഗറേഷൻ അല്ലേ വേണ്ടത്. അങ്ങനെ ഓക്കെ. നമ്മളെ ഇതിങ്ങനെ നമ്മൾ വളരെ റാൻഡം ആയിട്ട് പോവാണ്. ഒരു കൊഹറൻസ് കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് എവിടെ എത്തൂല. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ലാലെ സ്പീഡ് കൂട്ടിക്കോ, നമുക്ക് ഇങ്ങനെ പതുക്കെ അതിന്റെ ഇടയിൽ നല്ല ഇൻട്രസ്റ്റിംഗ് അല്ല, അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു മെറ്റാ ലെവലില് ഒരു സ്ട്രക്ചർ വെച്ചിട്ട് വേണമെങ്കിൽ അതിനകത്തോട്ട് പോവാം, എന്തൊക്കെ ടച്ച് ചെയ്തു നോക്കിയിട്ട്. കുഴപ്പമില്ല. ഇനിയിപ്പോ ഞാൻ വിചാരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് യുദ്ധം വന്നാലും അറിയാമെങ്കിൽ അറിയാം, അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടാ, അങ്ങനെ അങ്ങോട്ട് പോവാം. ഇനി സാരമുള്ളൂ എൻ്റെ അടുത്ത് 4 അപ്പം അതൊക്കെ പോളിസി, റോള്, ക്ലെയിം ബേസ്ഡ് ഉള്ള ഓതറൈസേഷൻ തമ്മിൽ എന്താ വ്യത്യാസം? റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ, ആട്രിബ്യൂട്ട് ബേസ്ഡ് ആക്സസ് കൺട്രോൾ, പോളിസി ബേസ്ഡ് ആക്സസ് കൺട്രോൾ, ഞാൻ അതൊരു ഹയറാർക്കി ആയിട്ടാണ് കാണുന്നത്. റോൾ അല്ല, അത് തന്നെ ഹയറാർക്കി. അപ്പൊ റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ ഹയറാർക്കിക്കല് റോളപ്പും കാസ്കേഡും ഒക്കെ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. ഓക്കെ, അതായത് എവരി പേഴ്സൺ വിൽ ബി പാർട്ട് ഓഫ് എ ഗ്രൂപ്പിന് റോൾ സപ്ലൈ ചെയ്യുന്നു, കാസ്കേഡ് ചെയ്യുന്നു, ഓവർ റൈഡ് ചെയ്യുന്നു. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് എനിക്കിത് മൈക്രോസോഫ്റ്റിലോട്ട് ഇതില്ല, ഞാൻ ജനറലി പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന കാര്യം പറയാം. ഈ മറ്റേ ആട്രിബ്യൂട്ട് ബേസ്ഡ് ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗീവ് ആട്രിബ്യൂട്ട് ടു എവരി ഇന്ത്യൻ, ഓക്കെ, അല്ലെങ്കിൽ അപ്പൊ ഈ സബ്ജക്ട്സിന്റെ ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യാം, ഹൊറിസോണ്ടലി നമുക്ക് റോൾ സെറ്റ് ചെയ്യാം. പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് അപ്ലൈ ചെയ്യും. എനിക്ക് ക്ലെയിംസ് ചലഞ്ച് റെസ്പോൺസ് മോഡലാണെന്ന് അറിയാം, എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പൊ ലാൽ എക്സ്പെക്ട് ചെയ്ത ആൻസർ എനിക്ക് എന്താന്ന് പറഞ്ഞത്? ഇത് തന്നെയാണ്. അതായത് ഒരു യൂസർ ഒതന്റിക്കേറ്റ് ചെയ്യുമ്പോൾ ആ യൂസർക്ക് ഒരു ക്ലെയിം ഉണ്ടാവും, ഒന്നല്ല ഒന്നിൽ കൂടുതൽ ക്ലെയിംസ് ഉണ്ടാവും. അപ്പോൾ ആ ക്ലെയിമിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓതറൈസ് ചെയ്യും. അപ്പോൾ അത് ഇതുപോലെ ഇന്ത്യൻ ആണെങ്കിൽ കയറണം, അങ്ങനത്തെ രീതിയിലൊക്കെ. ഇന്ത്യൻ ആണെങ്കിൽ ആക്സസ് കൊടുക്കണം, അല്ലെങ്കിൽ യൂറോപ്യൻ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ സംഭവത്തിൽ ആക്സസ് കൊടുക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഏജ് 30 മുകളിലാണെങ്കിൽ ആക്സസ് കൊടുക്കണം, അങ്ങനെയൊക്കെ പല രീതിയിൽ വരാം. അപ്പം ഈ ഒരു ക്ലെയിമിന് ഇത് വരാം, പക്ഷെ ആ ക്ലെയിമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യൽ കുറവാണ്. പകരം ക്ലെയിമിനെ വെച്ചിട്ടൊരു പോളിസി ഉണ്ടാക്കും, എന്നിട്ട് ആ പോളിസിയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പോൾ ആ സെറ്റ് ഓഫ് ക്ലെയിംസിനെ ക്ലസ്റ്റർ ചെയ്തിട്ട് ഒറ്റ പോളിസി ആക്കും അല്ലേ? അതെ, അത് ഈവൻ ഒരു ക്ലെയിമും പോളിസി ആയിട്ട് എഴുതാം, പക്ഷെ പൊതുവെ ക്ലെയിമിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉപയോഗിക്കില്ല, പോളിസി ആയിട്ട് ബൈൻഡ് ചെയ്ത് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോളിസിയിൽ നമുക്ക് പറയാം എന്ത് പോളിസിയാണെന്നും ആ പോളിസിയിൽ. അപ്പം അലോ ആക്സസ് ഫോർ ഇന്ത്യൻസ് ഉള്ളി എന്ന് പറയുന്നത് ഒരു പോളിസി ആയിരിക്കും, എന്നിട്ട് ആ പോളിസിക്കായിരിക്കും പെർമിഷൻ കൊടുക്കുന്നത്. അല്ല, അപ്പൊ അത് ഏത് ടൂൾ ASP.NET മെമ്പർഷിപ്പിന് അതുണ്ടോ, പ്രൊവൈഡറിനുണ്ടോ? ബിൽറ്റിനുണ്ട്. ആണ്. അപ്പൊ അതെങ്ങനെ നമ്മള് കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുമോ? ഇല്ലില്ല, നമ്മ കോഡ് എഴുതണം. ഈ റോൾ ബേസ്ഡ് നമുക്ക് ഡിഫോൾട്ട് കിട്ടും. അതെ, ആട്രിബ്യൂട്ട് രണ്ടും ആട്രിബ്യൂട്ടിൽ തന്നെയാണ് കൊടുക്കുന്നത്. അതായത് ഓതറൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മ റോളാണ് കൊടുക്കണമെങ്കിൽ ആ റോൾ ഉണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ ഓതറൈസ് പോളിസി കൊടുക്കും. പോളിസി കൊടുക്കുമ്പോൾ ആ പോളിസി വെരിഫൈ ചെയ്യും. അങ്ങനെ പോളിസി ഓതറിംഗ് ഒക്കെ എവിടെയാ ചെയ്യുന്നത്? പോളിസി നമ്മ സ്റ്റാർട്ടപ്പിലായിരിക്കും ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് പോളിസി ഡൈനാമിക്കലി റിസോൾവ്ഡ് അല്ലേ പെർ ടോക്കൺ? അല്ല, പോളിസി അങ്ങനെ ചെയ്യണമെങ്കിൽ ഐഡന്റിറ്റി സെർവർ വേണം. ഇതിപ്പോ ASP.NETന്റെ കൂടെയുള്ള
ഡാറ്റാബേസ് ഓതന്റിക്കേഷന്റെ കാര്യമാണ് ലാല് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്, ആണോ? അതെ, നമ്മ കസ്റ്റം ഓതന്റിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഓതന്റിക്കേഷൻ ഓതറൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഓതറൈസേഷൻ അല്ല, ഓതറൈസേഷൻ നമ്മുടെ ആണല്ലോ, അല്ലെങ്കിലും അങ്ങനെയല്ല, ആ ഡാറ്റാബേസ് അതെ നമ്മുടെ തന്നെ ഇരിക്കുമ്പോ അല്ലേ? അതെ, അങ്ങനെയാണെങ്കിലും ഡൈനാമിക്കലി റിസോൾവ് ആവണ്ടേ ഇത് പോളിസി, അല്ലാണ്ട് എങ്ങനെയാ? അതെ, ഡൈനാമിക് റിസോൾവ് ആണ്. എന്താ അല്ല, അപ്പൊ കൊടുക്കണം എന്ന് പറഞ്ഞത് ഓക്കെ, അത് അതായത് പോളിസി റിട്രീവ് ചെയ്യാനുള്ള കോൺഫിഗറേഷൻ കൊടുക്കണ കാര്യം പറഞ്ഞേ. അതെ. ഓക്കെ, അപ്പൊ ഈ അതൊന്നു ഇത് ചെയ്യണം, ഐഡന്റി സെർവർ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതാണല്ലേ? പിന്നെ ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ്, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. അപ്പൊ എനിക്ക് അതൊന്ന് കറക്റ്റ് ആയിട്ട് വേണം. അതായത് ഒന്ന് മറ്റേ ഈ ലോജിക്കൽ ഫോർമുല കൊടുക്കുന്നതിന് എന്താ പറയുക, തിയറമും ഉണ്ട്, പിന്നെ തിയറം ഉണ്ട്, ഫാക്ടർ ഉണ്ട്. ഫാക്ടർ ഉണ്ട്. അത് എക്സ് യൂണിറ്റ് ആണ് ഇപ്പൊ ഉപയോഗിക്കണത് അല്ലെ? എക്സ് യൂണിറ്റ്. വിഷ്വൽ സ്റ്റുഡിയോയില് മറ്റേ എങ്ങനെ നമ്മള് ന്യൂഗറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് അനോട്ടേഷൻ കൊടുക്കണോ? അതെ അതെ. അപ്പൊ ഈ മറ്റേ ഇത് കണ്ടവരാണ് സെറ്റപ്പ് ടിയർ ഡൗൺ ബിഫോർ ആഫ്റ്റർ, അതാണോ? അങ്ങനെയല്ല, നമുക്കിപ്പം പുറത്തുനിന്ന് ഡാറ്റ കൊണ്ടുവരണമെങ്കിൽ നമ്മ എന്താണ് അതിനെ പറയണം, ഒരു ബേസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ആ ബേസ് ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരാം. അതിനെന്തൊരു പേരുണ്ട്, ഞാനത് വിട്ടോ നോക്കണം. ഒരു സെക്കൻഡ്, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഫിക്സ്ചർ എന്ന് പറയും. ടെക്സ്റ്റ് ഫിക്സ്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് ഫിക്സ്ചർ വെച്ചിട്ട് കൊണ്ടുവരാം, ഇൻസെർട്ട് ചെയ്ത്. അപ്പോൾ കൺസ്ട്രക്ടർ കിട്ടും ആ പാരാമീറ്റർ. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ ക്ലാസ്സിൽ നമുക്ക് എഴുതിയിടാം ഇനിഷ്യലൈസ് ചെയ്യുന്ന ലോജിക്ക് എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് മൊക്കീറ്റോ ഒക്കെ ഉണ്ടോ? മൊക്കീറ്റോ ഇല്ലില്ല, ഞാൻ മൊക്കീറ്റോടെ ഇക്വലന്റ് ജയമോക്ക അല്ല എൻമോക്ക കണ്ടില്ലേ? മോക്കല്ല, മോക്കുണ്ട്, MOQ ഉണ്ട്. പിന്നെ അപ്പൊ അത് നിങ്ങൾക്ക് റിട്ടേൺ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഡൈനാമിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇന്റർഫേസ് ഉണ്ടെങ്കിൽ എളുപ്പമാണ്, ഇല്ലെങ്കിൽ ഇത്തിരി വെള്ളം ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് അതിലുള്ളത്. പിന്നെ ലാസ്റ്റ് ഉള്ളത് GraphQL-ഉം റെസ്റ്റ് എൻഡ് പോയിന്റും ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏത് ചൂസ് ചെയ്യും? എന്താണ് കാരണം? അങ്ങനെയല്ല, ഇപ്പൊ റെസ്റ്റ് API ഇപ്പൊ GraphQL എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്, ഈ ഫ്രണ്ട് എൻഡ് ഫോർ ബാക്ക് എൻഡ് എന്നോ അങ്ങനെയുള്ള ഒരു സാധനമാണ്. അതായത് ഇപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ സർവീസസ് എൻസംബിൾ ചെയ്യാനും, ഇനിയിപ്പോ GraphQL-ൽ നിന്ന് ഡയറക്ട്ലി കൺട്രോളർ വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. GraphQL നമുക്ക് ഡയറക്ട്ലി അപ്പൊ തിരിച്ചായി ഞാൻ പറഞ്ഞപ്പോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എൻസംബിൾ സർവീസ്, ഒന്നിൽ കൂടുതൽ സർവീസസ് ചെയ്യുന്ന ഒരു ഡാറ്റ ഡ്രിവൺ ആക്സസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ GraphQL ആണ് നല്ലത്. നിങ്ങൾക്ക് ഒരു സർവീസ് എക്സ്പോസ് ചെയ്യാനാണെങ്കിൽ റെസ്റ്റ് API ആണ് നല്ലത്. ഇതാണ് എന്റെ ആൻസർ. നിങ്ങളുടെ ആൻസർ എന്താ? മനസ്സിലായില്ല. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സർവീസ് ചെയ്യുന്ന ഒരു ഡാറ്റ ആക്സസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചോ, അപ്പൊ റൗണ്ട് ട്രിപ്പ് കുറയ്ക്കാം GraphQL-ന്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളൊരു JSON മാതിരി ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ കൊടുക്കും, എന്നിട്ട് ഓരോ ലെവലിലും നിങ്ങൾ ഏത് URI ആണ് ഹിറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കും. അപ്പൊ GraphQL എഞ്ചിൻ അത് കറക്റ്റ് URI-നെ ഹിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡാറ്റ ആക്സസ് പാറ്റേൺ ആണത്, നിങ്ങൾക്ക് ഡാറ്റ നമുക്ക് ഡൗൺ സ്ട്രീമിലോട്ട് തരും. മറ്റേതാണെങ്കിൽ ഒരു എൻഡ് പോയിന്റ് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാ. അപ്പോ എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, എനിക്ക് തോന്നുന്നു ഒരു ഒമ്നി ചാനൽ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണമെങ്കിലും GraphQL ഉപയോഗിക്കാമല്ലോ. അതെ, അല്ല അതിന്റെ ഒരു ഫങ്ഷണൽ യൂസേജ് ആണ്. മനസ്സിലായില്ലേ? അതായത് പല ഇപ്പൊ അത് GraphQL കൂടുതലും ഒമ്നി, ഇപ്പൊ സെയിം മെസ്സേജ് തന്നെ 5-6 പ്ലാറ്റ്ഫോമിലോട്ട് പുഷ് ചെയ്യണം. GraphQL ഒരു ഗ്രിൻ സാധനം. മനസ്സിലായില്ലേ?
അതാണ് അത് omni channel നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെ പറയാമോ? അങ്ങനെ സെയിം മെസ്സേജ് പുഷ് ചെയ്യണമെന്നല്ല, അങ്ങനെയല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡാറ്റ സോഴ്സിൽ നിന്ന് അല്ല ഡിഫറെന്റ് സെയിം മെസ്സേജിന്റെ ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻസാ പോണ്ടത്, പക്ഷെ കണ്ടന്റ് സെയിം ആണെങ്കിൽ അതെ ചെറുത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെറുത് പക്ഷെ അതൊക്കെ അവിടെയും ലോ ഓഫ് പാർസിമോണി വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഡൈനാമിക് ഡാറ്റ ആക്സസ് പാറ്റേൺ വരുന്ന സ്ഥലത്ത് മാത്രമാണ് GraphQL ഫിറ്റ് എന്നാണ് എൻ്റെ പക്ഷം. അതായത് സർവീസ് എൻസംബിൾ ചെയ്യലല്ല എന്നാണ് പറയണേ. സർവീസ് എൻസംബിൾ ചെയ്യുന്നത് കോൺസിക്വൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. പക്ഷേ ഓക്കെ, കൺസ്യൂമർ okay. പോയിന്റ് ഓഫ് വ്യൂവിൽ ഡൈനാമിക് സാധനം വരുമ്പോഴാണ് ഇതിന് പ്രസക്തി വരുന്നത്. അല്ല, സൗണ്ട്സ് പ്ലോസിബിൾ. ഞാൻ ഐ തിങ്ക് ഐ കൺകർ വിത്ത് യു. ലാലിന്റെ ആൻസർ എന്തായിരുന്നു? ഞാൻ ആ കോണ്ടെക്സ്റ്റിലാണ്, അതായത് ഡാറ്റ റീഡിനെ വെച്ചാണ് ഞാൻ പറഞ്ഞത്, റൈറ്റിനെ പറ്റി അങ്ങനെ അല്ലല്ല, ഞാനും റീഡാണ്, എനിക്ക് മനസ്സിലുണ്ടായ. ശ്രീജിത്ത് ഓമിനി ചാനൽ പറഞ്ഞപ്പോ റൈറ്റിലോട്ട് പോയതാ. ഓക്കെ ഓക്കെ, അത് ഇത്ര ഉള്ളൂ കേട്ടോ, എൻ്റെ കയ്യിലുള്ള ഒക്കെ ഏതാണ്ട് സെറ്റായി. ശ്രീജിത്തിന്റെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇപ്പൊ ഈ ഓവർ റൈഡ്, ഓവർലോഡ്, പിന്നെ ഈ സീൽഡിന് ഓരോ ലാംഗ്വേജിലും വേറെ പറയാം, അങ്ങനത്തെ ഒക്കെ ഇല്ലേ കുറെ ചോദ്യങ്ങൾ. പാർഷ്യൽ പക്ഷെ ശരിക്കും ഒരു IDE ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടായത്. അതൊരു ക്ലാസിന്റെ ഇംപ്ലിമെന്റേഷൻ മൾട്ടിപ്പിൾ സോഴ്സസ് സ്പാൻ ചെയ്യാം എന്നുള്ളതാണ് പാർഷ്യലിന്റെ എന്റെ അണ്ടർസ്റ്റാൻഡിങ്. ശരിയല്ലേ? ഇപ്പൊ ഈ പഴയ ലൈബ്രറീസിനൊക്കെ റാപ്പറൊക്കെ ചെയ്യുമ്പോൾ കുറേ കോഡുണ്ടാവും. കുറേ കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോഴൊക്കെ പാർഷ്യൽ എഴുതിയിടും, അതായത് ഓരോ ഫങ്ഷണാലിറ്റി വൈസ് സെപ്പറേറ്റ് ചെയ്തിടും സാധനങ്ങൾ. മനസ്സിലായി, കാറ്റഗറൈസ് ചെയ്യും ഫങ്ഷൻസ്. എന്നിട്ട് ഓക്കെ ദാറ്റ് സൗണ്ട്സ് ഇത് തന്നെ. അപ്പൊ ഈ സീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റാത്തത് ജാവയിലെ ഫൈനല് അല്ലേ? ജാവയിൽ ഒരു സീൽഡ് ഇന്റർഫേസ് എന്ന് പറഞ്ഞ സാധനം, അത് വേറെ ഏകദേശം അതാണ്, പക്ഷേ അത് വേറെ മീനിങ് ആണ്. സം ടൈപ്പും അതൊക്കെ ആയിട്ട് വരും. C# അതില്ല. C# റെക്കോർഡ് ടൈപ്പും പിന്നെ മറ്റേ വൺ ഓഫ് ലൈബ്രറിയോ അങ്ങനെ കുറെ ലൈബ്രറികൾ ഉപയോഗിക്കണം ഡിസ്ക്രിമിനേറ്റഡ് യൂണിയൻ വേണ്ടെങ്കിൽ. അപ്പോ പിന്നെ വേറെ എന്താണ് C# വരാൻ ചാൻസ്? SQL സെർവറിൽ എന്താണ് വരാൻ ചാൻസ്? ചോദ്യം. SQL സെർവറിൽ പോളിഗ്ലോട്ട് പെർസിസ്റ്റൻസ്, SQL സെർവർ സ്പെസിഫിക് അല്ല, പോളിഗ്ലോട്ട് പെർസിസ്റ്റൻസ് എങ്ങനെയാണ് സ്ട്രാറ്റജീസ്? ഈ പോളിഗ്ലോട്ട് പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ലാർജ് അപ്പ് സിസ്റ്റം എടുക്കുമ്പോൾ ട്രാൻസാക്ഷണൽ ഡാറ്റ ഒരു PostgreSQL ഇവിടെ, ഇനിയിപ്പോ ലുക്കപ്പ് ടേബിൾസ് MongoDBയിൽ, ഇനി അനലിറ്റിക്കൽ ഡാറ്റ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് ഗ്ലൂക്കോസ്, ആ ടൈപ്പ് അല്ലേ കോളംനാർ ഉപയോഗിക്കണം. അതിനല്ലേ പോളിഗ്ലോട്ട് പെർസിസ്റ്റൻസ് എന്ന് ഉദ്ദേശിച്ചത്? അതെ. അതായത് മോസ്റ്റ് ട്രിവിയൽ യൂസ് കേസ് ഇപ്പൊ RDBMS എലാസ്റ്റിക് സെർച്ചും. ഓക്കെ പിന്നെ ഏതാ? അല്ല, അപ്പൊ അതിന്റെ ഡിസൈൻ ലെവലിലുള്ളതും വരും, പിന്നെ കോഡ് ലെവൽ കേട്ടാ, ഈ ആർക്കിടെക്ചർ അല്ല. പിന്നെ ഇത് റീഡ് റെപ്ലിക്ക ഹൈ ത്രൂപുട്ട് വേണ്ട സിസ്റ്റംസ് അല്ലെങ്കിൽ ഹൈ ലോഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സിസ്റ്റംസ് റീഡ് റെപ്ലിക്കയിലോട്ട് എങ്ങനെ സ്പെസിഫിക് കാര്യങ്ങൾ നമ്മൾ പോയിന്റ് ചെയ്യും. ഇത് അവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് ക്യാഷ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കാറ്റലോഗ്സ് ഒക്കെ മറ്റേ തൗസൻഡ്സ് ഓഫ് യൂസേഴ്സ് വരുമ്പോ അവർ പുതിയ എൻട്രി വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യും? അത് ആ കാര്യമാണോ ഉദ്ദേശിച്ചത്? ഇല്ല, അങ്ങനെ എടുക്കണ്ട. അതായത് SQL സെർവർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, SQL സെർവർ ആണെങ്കിൽ മറ്റേ ഈ മാസ്റ്റർ സ്ലേവ് ഉണ്ടായിട്ട് സ്ലേവ്സ് ചെയ്യുന്ന ക്വയറി ചെയ്യുക ആണോ? അതെ. അത് നമ്മുടെ കോഡില് നടക്കണമല്ലോ ഓട്ടോമാറ്റിക്കലി. അതിലെ എങ്ങനെയാണ് .NET മറ്റേ URL മാറ്റി കൊടുക്കോ? അല്ല, രണ്ട് രീതി വരും. അതായത് CQRS വരും ഒന്നാമത്തെ കേസ്. അവിടെ നിൽക്ക് CQRSലോട്ട് പോവാല്ലേ? അവിടെ ഒന്നും എത്തിയിട്ടില്ല. RDBMS അത് RDBMS നോർമൽ റിലേഷണൽ ടേബിൾസ്.
എന്നിട്ട് ഈ കോണ്ടെക്സ്റ്റിൽ പറ. അല്ല അതായത് ഡാറ്റാബേസ് പാർട്ടീഷൻ ചെയ്യുന്നതാണോ പറയണേ? പാർട്ടീഷൻ ചെയ്തിട്ടില്ല, പാർട്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു സിംഗിൾ വലിയ സെർവർ ഉണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് റെപ്ലിക്കാസ് വേണം, ഇത് എൻറ്റയർ റെപ്ലിക്കാസ് മൾട്ടിപ്പിൾ വേണം, റൈഡോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ മറ്റേ ഈ ഡാറ്റാബേസ് ആക്സസ് ലെയറിൽ URL മാറ്റി കൊടുക്കണം. അല്ല സോറി, .NET എക്സാക്ട്ലി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അതിന്റെ സ്പെസിഫിക്സ് ആണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ജാവ വേൾഡില് നമുക്ക് മൾട്ടിപ്പിൾ, അതായത് നമുക്ക് ക്വറി മറ്റേ കണക്ഷൻ സ്ട്രിംഗിൽ നമുക്ക് മൾട്ടിപ്പിൾ സാധനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. പ്ലസ് ട്രാൻസാക്ഷൻ ലെയറിൽ റീഡ് ഓൺലി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തോളും ഏത് സാധനത്തിലോട്ട് പോയിന്റ് ചെയ്യണമെന്ന്. ഓക്കെ, അല്ല ഏകദേശം അത് തന്നെയാണ് എനിക്ക് SQL സെർവറിലുള്ളതെന്നുള്ള എനിക്ക് മനസ്സിലായേ അല്ലേ? റീഡ് ആക്സസ് ചെയ്യാം, പക്ഷേ അങ്ങനെ പറ്റുമോ എന്നുള്ളത് അങ്ങനെ പറ്റണം, നമുക്ക് പറ്റും. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല ഞാൻ വേറെ രീതിയിൽ ചോദിച്ചു തരാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇപ്പൊ ഡാറ്റാബേസ് ഇപ്പൊ ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈമിൽ കണക്ട് ആയില്ല, അപ്പൊ നമ്മൾ റീകണക്ട് ഒക്കെ ചെയ്യണ്ടേ? അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ അടുത്ത ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്യണ്ടേ ഫെയിൽ ഓവർ ചെയ്യണമെങ്കിൽ? അതിപ്പോ ശരത്ത് പറഞ്ഞ മെത്തേഡല്ലേ പറ്റുള്ളൂ. പണ്ട് അതെ, പണ്ട് പിന്നെ നമുക്ക് കണക്ഷനിൽ ഒന്നിൽ കൂടുതൽ സെർവറുകൾ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന തോന്നണം ഒരെണ്ണത്തിൽ. അല്ല അത് ചില ഡ്രൈവേഴ്സ് ഹാൻഡിൽ, ക്ലിക്ക് ഹൗസിന്റെ ക്ലയന്റ് ഡ്രൈവർ അത് ഹാൻഡിൽ ചെയ്യും. അല്ലല്ല, ഓട്ടോമാറ്റിക് ഹാൻഡിലിന് അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഏത് ട്രാൻസാക്ഷൻ റീഡ് റെപ്ലിക്കയിൽ പോകണം എന്നുള്ളത് പ്രോഗ്രാമർ ഇന്റന്റാ. അതെ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പ്രൈമറി സെർവറിൽ അല്ലാത്ത സ്ഥലത്തേക്ക് ഇന്റന്റ് റീഡ് മാത്രമായിരിക്കില്ലേ? അതെ, പക്ഷെ അത് ഏത് ട്രാൻസാക്ഷൻ ബൗണ്ടറിയിൽ നടക്കണം എന്നുള്ളത് അറിയണ്ടേ അവസാനം. അത് പ്രോഗ്രാമർ ഇന്റന്റ് ചെയ്യണ്ടേ? ഉദ്ദേശിക്കുന്ന ഒരു ട്രാൻസാക്ഷനെ കുറിച്ച് റീഡും വരാമല്ലോ അല്ലേ? അതെ. അല്ല, ഇത് വൺ ഓഫ് ദി പ്രോക്സി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി അതായിരുന്നു. മനസ്സിലായില്ലേ? ആ സ്കോപ്പ് ചെയ്യണം. ഞങ്ങൾ പ്രോക്സി എഴുതിയില്ലേ സെർവറില്, റീഡ് എക്സ്പെക്ട് ചെയ്യുമ്പോ തെറ്റും സൂക്ഷിച്ചില്ലെങ്കിൽ. സ്കെയിൽ അപ്പ് ചെയ്യുമ്പോ അല്ല സ്കെയിൽ ഔട്ട് ചെയ്യുമ്പോ വൺ ഓഫ് ദ ട്രിവിയൽ സ്ട്രാറ്റജീസ് ആയിട്ട് കാണുന്നതാ. അപ്പൊ അഡീഷൻ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ അല്ല ഇതിന്റെ ഓക്കെ, ഞാൻ എന്തോ പറയാൻ വന്നില്ല പെട്ടെന്ന് എന്റെ ഇത് പോയി. അപ്പൊ ഇപ്പൊ CQRS വന്നപ്പോ എന്താണ് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിപ്പോ മറ്റേ കണക്ഷൻ പോകുന്നു, ഫെയിൽ ഓവർ ചെയ്യുന്നു, നിങ്ങള് മറ്റേ റീഡ് ഡെക്സ്റ്ററിറ്റിക്ക് വേണ്ടി അത് ഉപയോഗിക്കാം. ഈ CQRS വന്നു കഴിഞ്ഞാൽ ചിലപ്പോ പെർസിസ്റ്റൻസ് സ്ട്രാറ്റജി മാറുന്നല്ലോ, ഏകദേശം ഇത് തന്നെയല്ലേ പരിപാടി. CQRS വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് കമാൻഡും കൊറിയും സെപ്പറേറ്റ് ആയല്ലോ. കമാൻഡും കൊറിയും സെപ്പറേറ്റ് ആകുമ്പോൾ ഫോഴ്സ് ചെയ്യാം. ഇത് ഈ സെറ്റില് കൊറി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് അറിയാൻ പറ്റും, മിക്സ് ആയി വരില്ല. അല്ല അപ്പൊ ശരത്തപ്പ എന്താണ് ഈ അവിടെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ശ്രമിച്ചത്? ശരത്താണല്ലോ നിങ്ങളെ ഒബ്ജക്ട് ചെയ്തത്. ശരത്ത് അവിടെ എന്താ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ശ്രമിച്ചത്? അല്ല ഇവിടെ ആക്സസ് പാറ്റേൺ ഓക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ എന്ന് വെച്ചാൽ CQRSലോട്ടൊക്കെ എത്തുന്നതിന് മുന്നേ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഉണ്ട്. കൺസർവേറ്റീവ് നമുക്ക് ബിഫോർ ഹാൻഡ് അറിയാം വന്നത് കമാൻഡ് ആണോ കൊറിയാണോ എന്ന്. അപ്പൊ പിന്നെ നമ്മ എന്താ പറയാ, ഡെവലപ്പറുടെ ഇതിനു വേണ്ടി ഡെവലപ്പർ എന്ത് ചെയ്യും എന്നുള്ളതും തെറ്റിപ്പോണതും അങ്ങനത്തെ സാധനങ്ങളൊന്നും വരില്ലല്ലോ. ലാലെ ശരത്ത് അവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, നമ്മളൊരു ഗ്രഡേറ്റഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയിന്റ് ഓഫ് വ്യൂ നിൽക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് മറ്റേ ഈ ഫാസ്റ്റ് ആക്സസ് പാറ്റേണിന് വേണ്ടി നമ്മൾ കുറെ കഴിഞ്ഞിട്ടല്ലേ CQRSന്റെ ഉള്ളോട്ട് വരുന്നുള്ളൂ. ക്ലയന്റ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ, അതായത് വിത്തൗട്ട് എനി എക്സ്ട്രാ എഫേർട്ട്.
മറ്റേതാണെങ്കിൽ ഒരു CQRS ലെയർ ഉണ്ടാക്കണ്ടേ, അതായത് നിങ്ങളുടെ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ ക്വയറി ലെയറിലോട്ട് ഡാറ്റ പുഷ് ചെയ്യണൊക്കെ പ്രശ്നം വരും. ഇതാ ശരത്തിന് പറഞ്ഞ ഒറിജിനൽ സ്കീമിൽ അതില്ലല്ലോ, നമുക്കുള്ള സാധനത്തിൽ തന്നെ, അതായത് ഒരു സ്ഥലത്തെ ഡാറ്റാബേസ് റെജീമിന്റെ ഉള്ളിൽ തന്നെ ഹാൻഡിൽ ചെയ്യാമല്ലോ പല കാര്യങ്ങളും. ഇത് കഴിഞ്ഞിട്ടല്ല CQRS എന്നാണ് ശരത്ത് ചോദിച്ചു തന്നെ. ഓക്കെ ഓക്കെ, ഇതുപോലെ ഓക്കെ ഡാറ്റ കൊടുക്കാം. പറഞ്ഞു. അല്ല, ഞാൻ ആ ഡിസ്കഷൻ അവിടെ നേരം റെസ്ട്രിക്ട് ചെയ്തത് ലാലെ, അല്ലെങ്കിൽ പിന്നെ വേറെ വല്ലയിടത്തും പോകും. മനസ്സിലായി. അല്ല എനിക്ക് നൗ ഇറ്റ് മേക്ക് സെൻസ്. അപ്പൊ ലാൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ എനിക്ക് പിടികിട്ടി എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത്. പിന്നെ വേറെ എന്താണുള്ളത്, ഈ CLR സ്റ്റോർ പ്രൊസീജിയർ. ഞാൻ ഇന്നലെ ചോദിച്ചാ ഞാനത് എഴുതിയിട്ടുണ്ടെന്ന് കടിച്ചു. ഞാൻ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ SQL സെർവർ ഫയൽ സ്ട്രീമിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ സാറേ? പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കാം. അല്ല, ഫയൽ സ്ട്രീം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമുക്ക് ഡാറ്റാബേസിനുള്ളിൽ തന്നെ ബ്ലോബ് സ്റ്റോർ ചെയ്യാം. 2008 വന്നതാ. ക്ലൗഡ് സ്റ്റോറേജ് ബാക്ക്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? അപ്പയില്ല, എനിക്ക് ഇപ്പൊ ഉണ്ടോന്ന് അറിഞ്ഞൂടാ. 2008 ഉണ്ടാവില്ല, 2014 ഞാനിത് എൻകൗണ്ടർ ചെയ്യുമ്പോ ഉണ്ടാവാം. അല്ല, നല്ല സാധ്യതയുണ്ട് കേട്ടിട്ട്. അതെ. അല്ല, ഞാൻ ചോദിക്കാൻ വന്നത് എന്തായിരുന്നു, മറ്റേ പിന്നെ C# ലാംഗ്വേജ് ലെവലില് പിന്നെ എന്താ തന്നെ, ഇപ്പൊ ജനറിക്സ്, കോവേരിയൻസ്, കോൺട്രാവേരിയൻസ്, ഇൻവേരിയൻസ് അല്ലേ? ഇൻവേരിയൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, ഈ ഇൻഹെറിറ്റൻസോ മറ്റേ കോൺക്രീറ്റ് മാപ്പിങ്ങിനെയാണ്. മറ്റേ കോവേരിയൻസ് ആണ് നാച്ചുറൽ. കോൺട്രാവേരിയൻസ് വരുന്നത് മെത്തേഡ് കോൾ വരുമ്പോ അല്ലേ? അത് തിരിച്ചു വരുമ്പോ അല്ലേ, അതായത് ഡിറൈവ് ടൈപ്പിൽ നിന്ന് ബേസ് ടൈപ്പിലോട്ട് പോകുമ്പോ അല്ലേ? അല്ല, അതാണ് അതിന്റെ ഡയറക്ഷൻ. പക്ഷെ അതിന്റെ യൂസ് കേസ് അറിയണമല്ലോ. ഓക്കെ, അത് മെത്തേഡ് കോൾ ഇൻവോക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. സ്കാലയിൽ അതിനെ +A -A എന്ന് പറഞ്ഞിട്ടാണ്. ഓർക്കണ്ടേ ചെറുതെ? അല്ല, ഡയറക്ഷൻ അല്ല, അല്ല അതിന്റെ യൂസ് കേസ് ആണ് അത്. അത് നമ്മള് ടൈപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കൊന്നും ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ കുറെ ശരിക്കും ഞാൻ തന്നെ പറയില്ല, ഈ കോവേരിയൻസ് കോൺട്രാവേരിയൻസ് എന്തിനാണ് ഇവന്മാര് പറഞ്ഞതെന്നുള്ളത് ഞാൻ സ്കാലയില് ഇൻവേരിയൻസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതായിരിക്കും എന്ന്. ഈ ഇൻവേരിയൻസ് ചെക്കിങ് മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിലെ ഒരു അസർഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ സ്ട്രാറ്റജിയാ. പിന്നെ ഏതായിരുന്നു കൺസ്ട്രെയിൻസ് അല്ലേ? മറ്റേ കമ്പയറബിൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ സ്ട്രക്റ്റ് ആണെങ്കിൽ വാല്യൂ ടൈപ്പ് ആവും അല്ലേ? സാറേ, മറ്റേ SQL സെർവറിലെ ഒരു കുറച്ചുകൂടി ഉണ്ട്. അതായത് ഐസൊലേഷൻ ലെവൽസ് ഏതൊക്കെയാണ് SQL സെർവറിൽ സപ്പോർട്ട് ചെയ്യണത്? ബൈ ഡിഫോൾട്ട് എങ്ങനെയാണ്? അതെങ്ങനെയാണ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുക കോഡില്? അല്ല, അതെനിക്ക് തോന്നുന്നത് നമുക്ക് റീഡ് കമ്മിറ്റഡ്, പിന്നെ ഫാൻറ്റം റീഡ്, മൾട്ടി വാല്യൂ കൺകറൻസി കൺട്രോൾ, അങ്ങനത്തെ സാധനങ്ങളല്ലേ ഉദ്ദേശിച്ചേ? അതെ. എനിക്ക് ഞാൻ അങ്ങനത്തെ ഒരു സാധനം ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ട് പോലുമില്ല. അപ്പൊ അതെങ്ങനെയാ, അതൊരു യൂസ് കേസ്, ഒരു എംപിരിക്കലി അല്ലേ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഏതാണെന്നുള്ളത് ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്? കുറച്ച് എംപിരിക്കൽ റാഷണൽ മിക്സിലും കൂടി ചെയ്യാം വേണമെങ്കിൽ നമുക്ക്. ഒരു അല്ലേ, ഡയറക്റ്റ് റീഡ് പോസിബിൾ ആണെങ്കിൽ ഫാൻറ്റം റീഡ് ആയിക്കോട്ടെ അല്ലേ? അതെ. പിന്നെ അല്ലാതെ അത് കോഡിൽ എങ്ങനെ സ്പെസിഫൈ ചെയ്യണമെന്നുള്ളത് അറിയാമല്ലോ. കോഡില് എൻറ്റിറ്റി ഫ്രെയിംവർക്കില് ഡിഫോൾട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മറ്റേ കൊറി എഴുതാണല്ലോ മറ്റേ കേസിലൊക്കെ. അല്ല, എൻറ്റിറ്റി ഫ്രെയിംവർക്കിൽ ഡിഫോൾട്ട് ഉണ്ടാവില്ല, ഡിഫോൾട്ട് ഡാറ്റാബേസിനായിരിക്കും. അപ്പൊ അൺസ്പെസിഫൈഡ് ആണെങ്കിൽ അതെടുക്കും. അതെ, പറഞ്ഞു. ഇത് എന്താ പറയാ,
ഡെർട്ടറിയുടെ സപ്പോർട്ട് ചെയ്യൂല ഡിഫോൾട്ട്. അല്ല നമുക്ക് വേണേ ആ മോഡൽ ആ ചെയ്യൂടെ? സാധ്യമില്ല. ഇല്ല, പറ പറ. ഡെർട്ടറിയുടെ സപ്പോർട്ട് ചെയ്യില്ല. ചെയ്യില്ല. അത് മടത്തരമാണ്. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു യൂസർ കൗണ്ട് ഒക്കെ ഡർട്ടി റീഡ് ആയിക്കോട്ടെ? ഡിഫോൾട്ട് ആയിട്ട് സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ. മുദ്ര അല്ല ഇത് മെയിൻ പ്രശ്നം എന്താ പറയുക, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചില ആൾക്കാരുടെ ദേശീയ വിനോദം ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് റിയൽ ചോദ്യങ്ങൾ. ഞാൻ നോക്കുമ്പോൾ അതൊരു വളരെ കോണ്ടെക്സ്റ്റൽ ആയിട്ട് SLA ഡ്രിവൺ ആയിട്ട് സെറ്റ് ചെയ്യേണ്ട സാധനമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? അതല്ല, അതായത് ഇപ്പോ അവിടെ സാറിന്റെ റോൾ എന്നുള്ളത് ഡാറ്റ ആർക്കൈവ് എന്നുള്ള സിസ്റ്റംസ് ആണല്ലോ. അപ്പൊ അത് അവിടെ ഇത് റെലവെന്റ് ആണ്. അവിടെ മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞ ഒരു കൺസർവേറ്റീവ് ഡിസൈൻ ഉള്ള സ്ഥലത്തൊക്കെ റെലവെന്റ് ആണത്. അതല്ല എന്റെ ചോദ്യം എന്താ വെച്ചാല്, ഈ സ്പാനില് എത്ര ഒരാൾ കേപ്പബിൾ ആണെങ്കിലും എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? അതായത് ഈ ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ? ഇല്ല. പക്ഷെ കേട്ടില്ല. ഇത് റിലീജിയനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടെന്ന് അല്ലേ? ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ഇങ്ങനത്തെ ഒരു സാധനം വന്നു, നമ്മള് ടെസ്റ്റ് ചെയ്യുമ്പോ ഗോച്ച കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് മറ്റേ എന്താ പറയാ, വിവരമുള്ളവരെ വിളിച്ചോ അല്ലെങ്കിൽ നെറ്റൊക്കെ തപ്പി നമ്മള് കറക്റ്റ് ചെയ്യൂല അത്. അതെ. ഇത് ഫിഗർ ഔട്ട് ആൻഡ് പറ്റും ഇവിടെ ഇതില്. അല്ലല്ല, പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാല് നിങ്ങളുടെ സജഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇവന്മാര് ഡാറ്റ ഭ്രാന്തന്മാരായിരിക്കണം അല്ലേ? ചിലപ്പോ ഞാൻ പോയി ADO.NET കൂടി ഒന്ന് നോക്കി പോയാലെന്ന് ഇപ്പൊ ആലോചിക്കണേ. കിട്ടിയ മനസ്സിലായി. അല്ല അപ്പൊ അതൊരു നല്ല ഇതായിരുന്നു. എല്ലാവരും അടുത്ത പറട്ടെ, ഇങ്ങനെ വാർ സ്റ്റോറീസിൽ ഇങ്ങനെ ഓരോന്ന് പറട്ടെ. ഈ മറ്റേ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവര്? അതായത് ഈ ക്ലൗഡ്, മറ്റേ ഡാറ്റ സ്റ്റോർ, ഡാറ്റ മാർട്ട്? അതുണ്ട്, അവർക്കുണ്ട്. അല്ല അവരുടെ പണി ബിസിനസ് തന്നെ അതാ. അതിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഏതോ സ്റ്റാൻഡേർഡ് ഒക്കെ അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. 78 തുടങ്ങിയതാ, എന്നൊക്കെ 67. അതായത് എന്നൊക്കെ 5 കൊല്ലം പ്രായമുണ്ട് ഈ സാധനത്തിന്, ഈ യൂണിവേഴ്സിറ്റിയില്. അതായത് UK 5 ആർക്കൈവ് ഉള്ളൂ, അതിലൊരെണ്ണം ഏറ്റവും ലീഡിങ് ആർക്കൈവ് ഇവരാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പിന്നെ ഇതുണ്ട് കേട്ടോ, അതായത് ബിഗ്ക്വറി യൂസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ബിഗ്ക്വറിയിൽ വന്നേക്കണ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡിഫോൾട്ട് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3/4 മണിക്കൂർ കഴിയുമ്പോഴേ അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ക്യാച്ച് ഉണ്ട്, അറിയാൻ പാടില്ലായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതറിഞ്ഞത്. പിന്നെ ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായില്ല. അപ്പം അതൊക്കെ നോക്കേണ്ടി വരും. അത് ചെയ്യാം, മറ്റേ രീതിയിൽ ചെയ്യാം, പക്ഷെ കോസ്റ്റ് കൂടുതലാണ്. അപ്പം പെട്ടെന്ന് മോഡിഫൈ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ അത് എല്ലാത്തിനും ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് അഷോറിലും AWSലും എല്ലാം കൺസ്ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതല്ല ഇപ്പൊ ഞാൻ വേറെ അറിഞ്ഞോട്ടെ, ഇപ്പൊ ഒരു .NET മിഡിൽ വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ .NET ബാക്ക് ഡെവലപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പണ്ട് .NET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആദ്യം ASP.NET വെബ് ഫോംസ്, മറ്റേ ഈ അജാക്സ് കൺട്രോൾസ്, മറ്റേ സെർവർ സൺഡേഡ് തിങ്, SQL സെർവർ ആയിരുന്നു. പിന്നെ റേസർ, വെബ് API, മറ്റേ ഇതായി നമ്മുടെ SQL സെർവർ ആയി. ഇപ്പൊ എന്താണ്, ഈ സ്പാ വന്നപ്പോ ഫ്രണ്ട് എൻഡ് ഡീകപ്പിൾഡ് ആയല്ലോ. അപ്പൊ വെബ് APIയും SQL സെർവറും മാത്രമാണോ? പിന്നെ ഡിപെൻഡൻസി ഇഞ്ചക്ഷൻ, കണ്ടെയ്നർ, ഇങ്ങനെ ടെസ്റ്റിംഗ്, അല്ലാണ്ട് പിന്നെ വേറെ എന്താണ് കൺസേൺ? മേ ബി കുബർനെറ്റിസ് പാക്കേജിങ് വന്നിട്ടുണ്ടാവും, അല്ലാതെ വേറെ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. API, ഡാറ്റാബേസ്, കുബർനെറ്റിസിന്റെ കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ അത്
ഇതിലൊരെണ്ണമുണ്ട്, മറ്റേ അഷറിൻ്റെ ആസ്പയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പക്ഷേ മിക്കവരും കോൺഫിഗറേഷൻ എഴുതിയിടലാണ് പതിവ്. അത്രയൊക്കെ ഉള്ളൂ. ഈവൺ ലോഗിങ് വരെ ഇപ്പോൾ പുറത്താണല്ലോ, പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല വേറെ. പിന്നെ ലൈബ്രറീസ് ഏതൊക്കെയാണ് കോമൺ? ന്യൂട്ടൺ സോഫ്റ്റിന്റെ അതിപ്പോ സിസ്റ്റം ഡോട്ട് ടെക്സ്റ്റ് ഡോട്ട് ജേസൺ ആയി. പിന്നെ ഡാപ്പർ ഓക്കെ, അതായത് ലൈറ്റ് വെയിറ്റ് വാറാം. പിന്നെ വേറെ എന്തൊക്കെയാണ്? വേറെ അത് ഈ പറഞ്ഞ യൂസ് അനുസരിച്ചാണ്. ഏത് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള അനുസരിച്ച്. ഇപ്പം എക്സൽ ആണെങ്കിൽ അന്ന് പറഞ്ഞില്ലേ NPOI യൂസ് ചെയ്യും. എക്സലിൽ മോഡിഫിക്കേഷൻ റൈറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ ഓൾറെഡി എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ഉണ്ട്. കോറോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. എൻറ്റിറ്റി ഫ്രെയിംവർക്ക് മറ്റേ SQL സെർവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോറ അതിൻ്റെ കൂടെ വന്നോളും. പിന്നെ യൂണിറ്റ് ടെസ്റ്റിൻ്റെയാണ് വേറെ ഇൻസ്റ്റാൾ ചെയ്യണത്, എക്സ് യൂണിറ്റും സാധനമൊക്കെ. പിന്നെ എന്താണ് ഇത്, ഒട്ടുമിക്ക കേസിൽ ഇതൊക്കെയാണ് കോമൺ ഉപയോഗിക്കണ ലൈബ്രറീസ്. ഞാൻ ചോദിക്കട്ടെ, വിഷ്വൽ സ്റ്റുഡിയോ ആണോ ഡെവലപ്മെന്റ് കൂടുതൽ ഉപയോഗിക്കണേ, വിഷ്വൽ സ്റ്റുഡിയോ കോഡാണോ? അതൊരു ഗ്രേ ഏരിയ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കണമെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ ആയിരിക്കും മെജോറിറ്റി കേസിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ പല പല സംഭവങ്ങൾ വരുവാണെങ്കിൽ, അതായത് ഇപ്പോൾ റിയാക്ട് പ്രോജക്റ്റ് ഉണ്ട്, റിയാക്ട് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണം. വേറെ പൈത്തൺ പ്രോജക്റ്റ് ഉണ്ട്, പൈത്തൺ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണം. നോഡും ഉണ്ട്, .NET ഉണ്ടെങ്കിൽ മിക്കവാറും കോഡായിരിക്കും ഉപയോഗിക്കണം. അപ്പൊ പിന്നെ ഈ ഞാൻ ചോദിക്കട്ടെ, ഡാറ്റാബേസ് ഫസ്റ്റ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ഡെവലപ്മെന്റ് 6-ലോ 7-ലോ അങ്ങനെ നിർത്തിയല്ലേ? നിർത്തിയോ അത്? അത് CSTL പണ്ട് വെറുതെ ആവശ്യമില്ലാത്തൊരു കോംപ്ലക്സിറ്റി ആയിരുന്നു. ഇതിപ്പോ കോഡ് ഫസ്റ്റും ഡാറ്റാബേസ് ഫസ്റ്റും ഉള്ളൂ എന്നാ പറയുന്നത്. ഓക്കെ, മറ്റേ ഏതാ പറഞ്ഞത്, ഏതാ നിർത്തിയെന്ന്? മറ്റേ ഈ ഡാറ്റാബേസ് എന്നല്ല, ഈ മോഡൽ ഫസ്റ്റ് മോഡൽ ഉണ്ടാക്കിയിട്ടേ, ഡാറ്റാബേസ് ഫസ്റ്റ് അല്ല, മോഡൽ ഫസ്റ്റ് എക്സിസ്റ്റിംഗ് ഡാറ്റാബേസിന്. അല്ല, അതിപ്പോ കോഡിന്ന് മോഡൽ ഉണ്ടാക്കണം. പണ്ട് മോഡൽ പണ്ട് ഈ സോപ്പിന്റെ സമയത്താണ് ഇത് കോൺട്രാക്ട് ഫസ്റ്റ്, മറ്റേ കോഡ് ഫസ്റ്റ്, പിന്നെ വേറെ ഒരു ഏതാണ്ട് അങ്ങനെ 3 ഇതുണ്ടായിരുന്നേ. അവര് EDMX വെച്ചിട്ടുള്ള പരിപാടി നിർത്തി അവര്. EDMX അല്ലേ ഡാറ്റാബേസ് ഫസ്റ്റ് വന്നത്? അല്ല, ഇപ്പൊ ഡാറ്റാബേസ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഡാറ്റാബേസ് ഫസ്റ്റ് എന്നല്ല, ഇപ്പൊ ഡാറ്റാബേസ് എക്സിസ്റ്റിംഗ് ഡാറ്റാബേസിന് നേരെ വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ്. നിങ്ങൾക്ക് അല്ല, അതില്ലാതെയും ചെയ്യാലോ, കൈകൊണ്ട് ചെയ്തൂടെ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആൾറെഡി ഒരു സ്കീമയുണ്ട്, ആ സ്കീമയ്ക്കെതിരെ കറക്റ്റ് ആയിട്ട് മോഡൽ ക്ലാസ്സസ് ഉണ്ടാക്കി കൊടുത്താൽ പോരെ കൈകൊണ്ട്? കോഡ് ഫസ്റ്റ് അങ്ങനെയാണ് ചെയ്യണം. അല്ല, പക്ഷെ കോഡ് ഫസ്റ്റ് മൈഗ്രേഷൻ ഹാൻഡിൽ ചെയ്യണല്ലോ. ഇത് മൈഗ്രേഷന്റെ ആവശ്യമില്ലല്ലോ. മൈഗ്രേഷൻ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അതെങ്ങനെ നോക്കുന്നതിനനുസരിച്ച്. അപ്പൊ ആ ഒരു ഇതാണ് ഞാൻ പിന്നെ കണ്ടത്. അപ്പൊ തൽക്കാലം നമുക്ക് ഇത് ഒന്ന് എന്താ പറയാ, ഈ ഡിസ്കഷൻ ഒന്ന് പാർക്ക് ചെയ്യാം. അതുകൊണ്ട് ഞാനൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നാളെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒരു തട്ടാം. ഇന്നലെ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തോണ്ട് ചെറുതെ ഓൾറെഡി സ്റ്റോപ്പ് ആയി. എപ്പോ?